ഹലോ ഓൾ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കീം ഫിസിക്സിന്റെ PYQ, അതായത് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിനു മുന്നേ 3 ചാപ്റ്റേഴ്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു +1 ഫിസിക്സിലെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഇത് നിങ്ങളുടെ തേർഡ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ തേർഡ് പ്രയോറിറ്റിയിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ. അതായത് ഫസ്റ്റ് നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ വരുമ്പോൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. തേർഡ് വൺ ആണ് നമ്മുടെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, കീമിന്റെ എക്സാമിന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് നന്നായിട്ട് വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഓൾസോ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങൾക്ക് നമ്മളിപ്പോഴത്തെ ക്ലാസ്സിന്റെ നമ്മളിപ്പോൾ എടുക്കുന്ന ക്ലാസ്സിന്റെ നോട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് എന്തായാലും ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ലേറ്റ് ആക്കാതെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മുടെ കീമിന്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്റർ വർക്ക് എനർജി ആൻഡ് പവർ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വർക്ക് എനർജി പവറിൽ വരുന്ന. അധികം ലൈക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ക്വസ്റ്റ്യൻ പറയുന്നത്, എ ഗൺ ഫയേഴ്സ് n ബുള്ളറ്റ്സ് പെർ മിനിറ്റ്. ഒരു ബുള്ളറ്റ് ഒരു മിനിറ്റ് n നമ്പർ ഓഫ് ബുള്ളറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ മാസ് ഓഫ് ഈച്ച് ബുള്ളറ്റ് ഈസ് 10 gram. ഓരോ ബുള്ളറ്റിന്റെയും മാസ് 10 gram ആണ്. എവറി ബുള്ളറ്റ് ട്രാവൽസ് വിത്ത് എ സ്പീഡ് ഓഫ് 600 meter/second. ഇഫ് ദ പവർ ഡെലിവേർഡ് ബൈ ദ ഗൺ ഈസ് 9000 watts, ദ വാല്യൂ ഓഫ് n. ഓക്കെ, അപ്പൊ എന്നിന്റെ വാല്യൂ ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് എന്ത് തന്നിട്ടുണ്ട്, ഓപ്ഷൻസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വന്ന് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഓരോ ബുള്ളറ്റിന്റെയും മാസ് എത്രയാന്ന് തന്നിട്ടുണ്ട്. ഈച്ച് ബുള്ളറ്റ്, അതായത് ടോട്ടൽ ബുള്ളറ്റ് അല്ല, ഓരോ ബുള്ളറ്റിന്റെയും മാസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 10 grams തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഗ്രാംസിന് എന്ത് ചെയ്യണം, കിലോഗ്രാംസിലേക്ക് മാറ്റുന്നില്ല, കാരണം ബാക്കിയുള്ള meter/second ആണുള്ളത്. സോ നമുക്ക് SI യൂണിറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇറ്റ് വിൽ ബി 10⁻²² കിലോഗ്രാം ആണ്. എല്ലാവർക്കും അറിയുന്നല്ലേ, 10 gram എന്ന് വെച്ചാൽ 10⁻² കിലോഗ്രാം, അല്ലെങ്കിൽ 0.01 കിലോഗ്രാം എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ രണ്ടാമത് നമുക്ക് എന്തുണ്ട്, ഓരോ ബുള്ളറ്റിന്റെയും എന്ത് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 600 meter/second ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ദെൻ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പവർ പറഞ്ഞിട്ടുണ്ട്. പവർ എന്ന് പറയുന്നത് 9000 watts ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റില് ഈ ഗണ്ണ് ഫയർ ചെയ്യുന്ന നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ആണ് നമുക്ക് കാണാനുള്ളത്. ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് മാസ്, അതേപോലെ തന്നെ വെലോസിറ്റി, പവർ, ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്പർ ഓഫ് ബുള്ളറ്റ്സിലേക്ക് എത്താം, ഈ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് നമുക്ക് ഒരു ബുള്ളറ്റ് നമ്മൾ എടുത്താൽ മാസും വെലോസിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ ഈ ബുള്ളറ്റിന് എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും, കൈനറ്റിക് എനർജി ഫൈൻഡ് ചെയ്യാം അല്ലെ. കൈനറ്റിക് എനർജി ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, എല്ലാവർക്കും ചെറിയ ക്ലാസ് മുതലേ അറിയുന്നതാണ്. ദാറ്റ് ഇസ് ½ ആണ് കൈനറ്റിക് എനർജി ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. എല്ലാവരും പണ്ട് മുതലേ പഠിക്കുന്നതാണ്. കൈനറ്റിക് എനർജി ഒക്കെ കാണുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് ½ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ബുള്ളറ്റ് ഹിയർ എന്തായിരിക്കും, ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യും, നമ്മൾ ഇവിടെ പറയുന്ന കാര്യത്തിലെ കൈനറ്റിക് എനർജി ഓഫ് ഓരോ ബുള്ളറ്റിന്റെയും കൈനറ്റിക് എനർജി എന്തായിരിക്കും, ഈച്ച് ബുള്ളറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ½ ഇൻറ്റു m എത്രയായിരുന്നു, ദാറ്റ് ഇസ് 10⁻² ആയിരുന്നു. v എത്രയായിരുന്നു, 600 ആയില്ലേ, 600ന്റെ ഹോൾ സ്ക്വയർ എടുക്കണം. ഓക്കെ, അപ്പൊ എന്തായിട്ട് മാറും കൈനറ്റിക് എനർജി, ഇറ്റ് വിൽ ബി കൈനറ്റിക് എനർജി വിൽ ബി ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു 10⁻². 600 എന്ന് പറയുമ്പോൾ 36,000 വരും അല്ലേ. ഓക്കെ, സോറി 3,06,000.
1000. ഓക്കെ, ഇനി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് ചെയ്യണം അല്ലേ? സോ ആൻസർ എന്തായിട്ട് മാറും? പിന്നെ 10⁻² ഇൻറ്റു 1000 അല്ല 1,80,000 എന്തായിരിക്കും വരുന്നത്? കാരണം നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 പോയിന്റ്സ് മാറ്റി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മതി? 2 പോയിന്റ്സ് മാറ്റിയിട്ട് 10⁻² ആണ് വരുന്നത്. -2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പോയിന്റ്സ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരു പോയിന്റ് ഇട്ടാൽ മതി അല്ലേ? 10⁻² ആണെങ്കിൽ എന്തായിരിക്കും? തിരിച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് 2 പോയിന്റ്സ് മാറിയിട്ട് എന്ത് ചെയ്യുക? ഒരു പോയിന്റ് ഇടുക. ഇപ്പൊ 10⁻² ആണ്. സോ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പോയിന്റ്സ് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഫൈനൽ ആൻസർ എന്ത് വരും? 1800 ജൂൾസ് എന്ന് വരും അല്ലെ? അപ്പൊ കൈനറ്റിക് എനർജി കിട്ടി. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പവർ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. പവർ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 9000 വാട്ട്സ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പവർ എന്ന് പറയുന്നത് എന്താണ്? പവർ എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ബൈ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് ടൈം എന്ന് പറയാലോ. ഇത് നമുക്കറിയാവുന്ന കേസല്ലേ? നമുക്ക് പവറിനെ വർക്ക് ബൈ യൂണിറ്റ് അല്ലെങ്കിൽ വർക്ക് പെർ ടൈം എന്നോ അല്ലെങ്കിൽ എന്താ പറയാ എനർജി പെർ ടൈം എന്നോ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമുക്കറിയാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? 9000 വാട്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ പവർ ഓഫ് ബുള്ളറ്റ്. ഓക്കെ, പവർ ഓഫ് ബുള്ളറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു when n is the number of bullets per second. ഒരു സെക്കൻഡില് ഒരു സെക്കൻഡില് ഫയർ ചെയ്യുന്ന ബുള്ളറ്റ്സിന്റെ നമ്പർ n ആണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യാണ് n എന്നുള്ളതാണ്, സ്മോൾ ലെറ്റർ n എന്നുള്ളതാണ് ഒരു സെക്കൻഡില് ഈ ഗണ്ണ് ഫയർ ചെയ്യുന്ന ബുള്ളറ്റ്സിന്റെ നമ്പർ എന്ന് പറയുന്നത്. ദെൻ പവർ എന്തായിരിക്കും? പവർ എന്ന് ഞാൻ പറഞ്ഞല്ലോ എനർജി പെർ യൂണിറ്റ് ടൈം ആണ്. ഓരോ ബുള്ളറ്റ്സിനെയും എനർജി നമ്മൾ ഫൈൻഡ് ചെയ്തല്ലോ. ദാറ്റ് ഇസ് 1800 ജൂൾസ് ആണ്. അങ്ങനെ n നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ആണ് ഒരു സെക്കൻഡിൽ ഫയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു സെക്കൻഡില്? ദാറ്റ് ഇസ് n ഇൻറ്റു ഓരോ ബുള്ളറ്റിനെയും എനർജി. ഞാൻ പറഞ്ഞ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, പവർ എന്ന് പറയുന്നത് എനർജി പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിലെ എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓരോ ബുള്ളറ്റ്സിനെയും എനർജി എന്തെന്ന് എടുത്തു? 1800 ജൂൾസ് ആണ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കുക, ഒരു സെക്കൻഡിലെ n നമ്പർ ഓഫ് ബുള്ളറ്റ്സ് അവിടെ ഫയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ പവർ എന്താണ്? ദാറ്റ് ഇസ് n ഇൻറ്റു ആ ഓരോ ബുള്ളറ്റ്സിന്റെയും പവർ ആണ് അല്ലേ? അതെ. ഓക്കെ, ദെൻ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? n ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ഈച്ച് ബുള്ളറ്റ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 9000 വാട്ട്സ് ആണ്. n ന് നമുക്ക് അറിയത്തില്ല നമ്പർ എന്താണ്? കൈനറ്റിക് എനർജി 1800 ജൂൾസ് ആണ്. ദെൻ നമുക്ക് n ഫൈൻഡ് ചെയ്യാലോ. ദാറ്റ് ഈസ് 9000 ഡിവൈഡഡ് ബൈ 1800. നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 90 ഡിവൈഡഡ് ബൈ 8 5 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്തു. എന്താ നമ്മൾ ഫൈൻഡ് ചെയ്തത്? ദ ഗൺ ഫയേഴ്സ് 5 ബുള്ളറ്റ്സ് പെർ സെക്കൻഡ്. പക്ഷെ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഒരു സെക്കൻഡിൽ എത്ര ബുള്ളറ്റ്സ് ഫയർ ചെയ്യുന്നു എന്നാണോ? അല്ല, ഒരു മിനിറ്റിൽ എത്ര ബുള്ളറ്റ്സ് ഫയർ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഒരു സെക്കൻഡിൽ 5 ആണെങ്കിൽ ഒരു മിനിറ്റിൽ എത്രയായിരിക്കും? സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ചെയ്യാം അല്ലെ? n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ മിനിറ്റ് ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5 ഇൻറ്റു 60. ദാറ്റ് ഈസ് ഈക്വൽ ടു 300. അപ്പൊ എന്താണ് ആൻസർ? ഫൈനൽ ആൻസർ എന്ത് വരും? ദ ഗൺ ഫയേഴ്സ് 300 ബുള്ളറ്റ്സ് ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റില് എത്ര ബുള്ളറ്റ് ആണ് ഫയർ ചെയ്യുന്നത്? 300 ബുള്ളറ്റ്സ്. ഇനി 300 എന്ന് പറയുന്ന ആൻസർ നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ടോ? ഉണ്ട് അല്ലെ? ഓപ്ഷൻ നമ്പർ എ ആണ്. അപ്പൊ എന്താണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്? ജസ്റ്റ് ആലോചിക്കുക, നമ്മൾ ആദ്യം കൈനറ്റിക് എനർജി കണ്ടു. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ mv² ആണ്. ആ ½ mv² യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ബുള്ളറ്റ്സും എത്ര എനർജിയാണ് കൊടുക്കുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പവർ എന്ന് പറയുന്നത് എനർജി പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പവർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓരോ ബുള്ളറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 1800 ജൂൾസ് ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാണ് സ്മോൾ ലെറ്റർ എൻ ആണ്, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എൻ ആണ് നമ്മുടെ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡില് ഈ എന്താ ഗണ്ണ് ഫയർ ചെയ്യുന്ന നമ്പർ ഓഫ് ബുള്ളറ്റ്സ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൻ ആണെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന എനർജി എന്താണ്? ദാറ്റ് വിൽ ബി എൻ ഇൻറ്റു ഓരോ ബുള്ളറ്റ്സിന്റെയും എനർജി. ഈ ഒരു സെക്കൻഡിൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? പവർ ആണ്. ദാറ്റ് ഇസ് 9000. അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ കിട്ടും. എൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിലെ ബുള്ളറ്റ്സിന്റെ നമ്പർ ആണെങ്കിൽ ഒരു മിനിറ്റിലെ ബുള്ളറ്റ്സിന്റെ നമ്പർ എടുക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ ജസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 300 എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, ഇതെല്ലാവരും ഓർത്തിരിക്കുക കേട്ടോ. ഗൺ ഫയർ ചെയ്യുന്ന ക്വസ്റ്റ്യന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ലൈക്ക് ഈ ഒരു വർക്ക് എനർജി പവറിൽ മിക്കവാറും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചോ. എ ബില്ലിയാർഡ് ബോൾ B1 മൂവിംഗ് വിത്ത് വെലോസിറ്റി V collides with another billiard ball B2 at rest. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് എന്താണ്, ഒരു മൂവ് ചെയ്യുന്ന B1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബില്ലിയാർഡ് ബോർഡ് എന്ത് ചെയ്യുന്നുണ്ട്? റെസ്റ്റിലുള്ള വേറൊരു ബില്ലിയാർഡ് ബോർഡിന് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഏതാണ് ആലോചിക്കേണ്ടത്? കൊളീഷൻ ആണ് ആലോചിക്കേണ്ടത്. കൊളീഷനിൽ എന്തൊക്കെ കൺസേർവ്ഡ് ആയിരിക്കും? മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും, എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. അപ്പൊ ഈ ഒരു കൊളീഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ലൈനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്തു? B1 എന്ന് പറയുന്ന ഒരു ബോൾ ഉണ്ട്, അതിന്റെ വെലോസിറ്റി V ആണ്. അത് B2 എന്ന് പറയുന്ന ഒരു ബോളിൽ പോയി ഹിറ്റ് ചെയ്തു. അത് ആദ്യം റെസ്റ്റിലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. After the collision, B1 is reflected by 60 degree and the angle between the velocities of these two bullets is 90 degree. The speed of the ball B2 after the collision is. Okay, തന്നിട്ടുണ്ട് കുറച്ച് ഓപ്ഷൻസ്. എന്താ കാണാൻ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് ഒരു ഫിഗർ വെച്ച് ഇത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താണ്? കൊളീഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് മിക്കവാറും എന്തായിരിക്കും? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആയിരിക്കും. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അതുപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഈ രണ്ട് പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ, ഇത് ചിലപ്പോൾ രണ്ടും മിക്കവാറും യൂസ് ചെയ്യേണ്ടി വരില്ല. മിക്കവാറും മൊമെന്റത്തിന്റെ കേസാണ് എക്സ്പ്ലോഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. മൊമെന്റ് ആയിരിക്കും മിക്കവാറും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടി വരുന്നത്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് ആണ് നമുക്ക് മിക്കവാറും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടി വരിക. അത് നിങ്ങൾ ആലോചിച്ച് വെക്കണ്ട. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ആദ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് എന്തുണ്ട്? ആദ്യം ഒരു ബോൾ ഉണ്ട്. ഓക്കെ, രണ്ടും ബില്ലിയാർഡ് ബോൾസ് ആണ്. അതായത് അതിന്റെ മാസ് രണ്ടും സെയിം ആണ് അല്ലെ? ഓക്കെ, രണ്ടാമത്തെ വേറൊരു ബില്ലിയാർഡ് ബോളും ഉണ്ട്. ഓക്കെ, രണ്ട് സെയിം ആയിട്ട് വരുന്ന രണ്ട് ബോൾസ്. ഈ രണ്ട് ബോൾസും എന്ത് ചെയ്യുന്നു? ഹിറ്റ് ചെയ്യുന്നു. ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, 1 സെക്കൻഡ്. ആദ്യം ഓക്കെ, ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ, ആദ്യത്തെ ഒരു ബോൾ എന്ന് പറയുന്നത് രണ്ടിനെയും മാസ് എന്തായിരിക്കും നമുക്കറിയാം. മാസ് 2m ആയിരിക്കും. കാരണം രണ്ടും സെയിം ബോൾസ് ആണ് അല്ലെ? ഓക്കെ, ഫസ്റ്റത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ആദ്യം V ആണ്. ആ ഒരു സമയത്ത് രണ്ടാമത്തേത് എന്താണ്? അത് കിടക്കുന്നത് എന്തിലാണ്? റെസ്റ്റിലാണ്. ഓക്കെ, ഇനി ഹിറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞു. ഹിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ ഇത് എങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും? അതായത് ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മാറ്റം സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ഇതിന്റെ ഫസ്റ്റില്, അതായത് ഇത് ഈ ഒരു പോർഷനിലാണ് പോവേണ്ടിയിരുന്നത് അല്ലെ? ഓക്കെ, അതായത് ഇത് ഇങ്ങനെയാണ് പോവേണ്ടിയിരുന്നത്. പക്ഷെ ആ ഒരു ഹിറ്റിംഗ് കാരണം അതിനെന്ത് സംഭവിച്ചു? ഒരു ഡിഫ്ലക്ഷൻ സംഭവിച്ചു. ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് ഫസ്റ്റില് നമ്മുടെ എന്താ പറയാ, ഓക്കെ, ആ ഒരു ഫസ്റ്റിലെ ബോൾ എന്ന് പറയുന്നത് ഒരു 60 ഡിഗ്രി ആംഗിളിലും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ആദ്യം ഒരു ബോൾ ഉണ്ട്. ആ ബോൾ V എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റിലെ ബോളിന്റെ വെലോസിറ്റി V ആണ്. ഓക്കെ, ആ സമയത്ത് രണ്ടാമത്തെ ബോൾ എങ്ങനെയാണ്? റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഫസ്റ്റിലെ ബോൾ വന്നിട്ട് എന്ത് ചെയ്തു? രണ്ടാമത്തെ ബോളിനെ ഹിറ്റ് ചെയ്തു.
ഓക്കെ, ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇതിനെന്ത് ചെയ്തു, രണ്ടിനും ചെറിയൊരു ഡിഫ്ലക്ഷൻ സംഭവിച്ചു. ഓക്കെ, ആ ഡിഫ്ലക്ഷൻ കാരണം ഇത് എന്ത് ചെയ്തു, ഫസ്റ്റിലെ ബോള് അതെന്ത് ചെയ്തു 60 ഡിഗ്രി ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു. അതിന്റെ വെലോസിറ്റിനെ നമുക്ക് അപ്പത്തെ വെലോസിറ്റിനെ നമുക്ക് എന്തെന്ന് എടുക്കാം, v1 എന്ന് എടുക്കാം. രണ്ടാമത്തെ ബോള് ഇതുപോലെ തന്നെ ആ v1ൽ നിന്ന് 90 ഡിഗ്രി ഡിഫ്ലക്ട് ആയിട്ട് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. ഓക്കെ, ഫസ്റ്റത്തെ ബോഡി ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് 60 ഡിഗ്രി ഡിഫ്ലക്ട് ചെയ്ത് മൂവ് ചെയ്തു. രണ്ടാമത്തെ ബോള് ഫസ്റ്റിലെ ബോളുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, ദാറ്റ് വിൽ ബി 30 ഡിഗ്രി. അത് സിമ്പിൾ ആണ്. ഫസ്റ്റിലെ ബോളും സെക്കൻഡിലെ ബോളും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അപ്പുറത്തെ ബോൾ ഹൊറിസോണ്ടൽ ആയിട്ട് രണ്ടാമത്തെ ബോൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 30 ഡിഗ്രി ആണ്. ഇതിന്റെ വെലോസിറ്റിനെ നമുക്ക് v2 എന്നെടുക്കാം. ഇനി നോക്കിയേ, ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് എന്താ നമ്മുടെ ഇവിടെ ഇത് അപ്ലൈ ചെയ്താൽ മതി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് അപ്ലൈ ചെയ്താൽ മതി അല്ലെ. ഭയങ്കര സിമ്പിൾ ആണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഒരു കേസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ ഡിഫ്ലക്ഷൻ ഒരു ആംഗിളിലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം എന്താ ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ എന്താ പറയാ, ഈ ഒരു v1ഉം v2 ഒരു ആംഗിളിലാണ് ഇതാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് അപ്ലൈ ചെയ്യുന്നു ഫോർ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഫോർ വെർട്ടിക്കൽ കമ്പോണന്റ്. നമ്മൾ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ഇത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതായത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്യാം, റിസോൾവ് ചെയ്യാം. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും ഇതെന്തായിരിക്കും, ഇതെന്ന് പറയുന്നത് v1 cos θ ആൻഡ് ഓൾസോ v2 cos θ ആയിരിക്കും. കാരണം എന്താണ്, അത് രണ്ടും അഡ്ജസന്റ് ആയിട്ടുള്ള, തീറ്റക്ക് അഡ്ജസന്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് അല്ലെ. v1 cos θ അല്ലെങ്കിൽ v1 cos 60 ആൻഡ് v2 cos 60 എന്ന് എഴുതാം. v1 cos 60 ആൻഡ് v2 cos 30 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും വരിക, ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇവിടെ എന്ത് വരും, v1 cos 30 വരും അല്ലെ. ഈ ആംഗിൾ എന്ത് വരും, v2 cos 60 വരും. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ, അതൊക്കെ ഭയങ്കര സിമ്പിൾ ആട്ടാ. ഇത് 60 ആണെങ്കിൽ ഇത് 90 ഡിഗ്രി അല്ലേ, അപ്പൊ ഇത് 30, ഇത് 30 ആണെങ്കിൽ ഇത് 90 ഡിഗ്രി അല്ലേ, സോ ഇത് 60 ഡിഗ്രി ആയിരിക്കും. അത് സിമ്പിൾ ആയിട്ട് ഇതാണ് നിങ്ങളെ ഫിഗർ. ഈ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കാം. ഓക്കെ, ഈ ഒരു ഫിഗർ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ബാക്കിയുള്ള പോർഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഈ ഫിഗർ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഈ ഒരു ഫിഗർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ എന്താ പറഞ്ഞത്, കൊളീഷനും എക്സ്പ്ലോഷനും ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് ആയിരിക്കും മിക്കവാറും നമുക്ക് ചെയ്യേണ്ടി വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് അപ്ലൈ ചെയ്യുന്നു ഫോർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോർ എന്ത് കമ്പോണന്റ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഓക്കെ, ആദ്യം ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ചെയ്യാം, സിമ്പിൾ ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ബോൾ കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റത്തെ ബോളിന്റെ വെലോസിറ്റി എന്താണ്, mv ആണ്. രണ്ടാമത്തെ ബോൾ അപ്പൊ എന്താണ്, റെസ്റ്റിലാണ്. സോ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു m. ഫസ്റ്റത്തെ ബോളിന്റെ വെലോസിറ്റി എന്താ, ഹൊറിസോണ്ടൽ കമ്പോണന്റിൽ എന്താ വെലോസിറ്റി വന്നേ, ദാറ്റ് ഇസ് v1 cos 60 ആണ് പ്ലസ് m2 m. രണ്ടാമത്തെ ബോളിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് mv2 എത്രയാണ്, അപ്പൊ ആംഗിള് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണ്, cos 30 ആണ്. സോ ഇക്വേഷൻ ലഭിക്കാം, m എല്ലാത്തിലും കട്ടായി പോകും അല്ലെ, എല്ലാത്തിലും m കോമൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, m നെ കട്ട് ചെയ്ത് കളയാം. ദെൻ നമുക്ക് എന്താ, ഓക്കെ, m നെ ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യില്ല, നമുക്കറിയാലോ കോമൺ ആയിട്ട് കൊടുത്തെടുത്ത m നെ കട്ട് ചെയ്ത് കളയാം അല്ലെ. ഓക്കെ, ദെൻ ഇക്വേഷൻ എന്തായിട്ട് മാറും, v വിൽ ബിക്കം v1 cos 60 എത്രയാടാ, cos 60 എന്ന് പറയുന്നത് 1/2 ആണ് പ്ലസ് v2 cos 30 എത്രയാണ്, √3/2 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, cos 60 എന്ന് പറയുന്നത് എത്രയാണ്, 1/2 ആണ്. cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി, v ഈക്വൽ ടു v1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് v2 √3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനോ ഒന്നിനും പോണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഇക്വേഷൻ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് കാണേണ്ടത് v2 അല്ലേ ബോളിന്റെ സെക്കൻഡ് ബോളിന്റെ വെലോസിറ്റി അല്ലേ നമുക്ക് കാണേണ്ടത് ആഫ്റ്റർ കൊളീഷൻ. അപ്പൊ v2 ആണ് നമുക്ക് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇനിയും നമുക്കൊന്നുകൂടെ അപ്ലൈ ചെയ്യാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഏത് കമ്പോണന്റ് ആണ് അപ്പൊ നമ്മൾ നോക്കേണ്ടത്? ഫോർ വെർട്ടിക്കൽ കമ്പോണന്റ് നോക്കാം. വെർട്ടിക്കൽ കമ്പോണന്റ് നോക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാലോ, ഫസ്റ്റത്തെ കേസില് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് വരുന്നുണ്ടോ? ഇപ്പോ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള M1-നാണെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ബോളിനാണെങ്കിൽ സെക്കൻഡിലെ ബോളിനാണെങ്കിലും വെർട്ടിക്കൽ കമ്പോണന്റ് മൊമെന്റത്തിന് വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടോ? ഇല്ല. സോ ഇറ്റ് വിൽ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഫസ്റ്റ് ബോളിന്റെ ആഫ്റ്റർ കൊളീഷൻ ഫസ്റ്റ് ബോളിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്താണ്? ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് ഇസ് mv1 cos 30 പ്ലസ് mv2 cos 60 എന്ന് വരും അല്ലെ. ജസ്റ്റ് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റിലെ ബോള് ആദ്യം വന്നപ്പോൾ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്തായിരുന്നു? mv ആയിരുന്നു. അപ്പോ ഇത് റെസ്റ്റിലാണ്, അതുകൊണ്ട് ഇതിന് എന്തില്ല? മൊമെന്റ് ഇല്ല. പിന്നെ രണ്ടാമത്തെ കൊളീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിന്റെ ബോളിന്റെ v1 cos 60 ആയി, രണ്ടാമത്തേത് v2 cos 60 ആയി. ഓക്കെ, അത് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്ന സമയത്ത് രണ്ടാമത്തേത് നമ്മൾ എന്താ എടുക്കുന്നത്? ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് എടുക്കുന്നത്. ഫസ്റ്റ് ഇതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇതിനൊരു മോഷൻ ഉണ്ടോ? അതുകൊണ്ട് ആ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൊമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കേസിലേക്ക് പോയി. ആഫ്റ്റർ കൊളീഷൻ ഫസ്റ്റ് ബോളിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്താണ്? v1 cos 30 ആണ്, ഇതിന്റേത് v2 cos 60 ആണ്. ഇനി ഇത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് മൈനസ് വരും അല്ലെ. ഇനി മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാലോ. m കട്ടായി പോകും. ഓക്കെ, ദെൻ ഇക്വേഷൻ എന്തായിട്ട് മാറും? v1 cos 60 ഈക്വൽ ടു v2 cos 30 എന്ന് വരും അല്ലെ. ഇനി ഇതേപോലെ തന്നെ cos 60 എത്രയായിരുന്നു? നേരത്തെ നമ്മൾ കണ്ടല്ലോ, 1/2 ആയിരുന്നു. v1 1/2 ഇസ് ഈക്വൽ ടു v2 cos 30 എന്ന് പറയുന്നത് √3/2. ഓക്കെ, ദെൻ ഇവിടെ എന്തായിട്ട് പോകും? 2 കട്ടായി പോയില്ലേ. ദെൻ v2നെ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ v1നെ എങ്ങനെ എഴുതാം? v1 ഈക്വൽ ടു √3 v2 എന്ന് എഴുതാം അല്ലെ. ഓക്കെ, v1 ഈക്വൽ ടു √3 v2. ഓക്കെ, ഞാൻ ഇവിടെ എഴുതിയതിൽ v1നും v2നും എഴുതിയ ഇത് തെറ്റിപ്പോയല്ലേ. ഓക്കെ, cos 60 cos 30 മാറിപ്പോയില്ലേ. സോറി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് cos 30, ദിസ് ഇസ് cos 60. അപ്പൊ v1 √3 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു v2/2. cos 60 1/2 ആണ്. ഓക്കെ, ദെൻ അഗൈൻ ഞാൻ എന്താ പറഞ്ഞത്? 2 കട്ടായി പോവും. ദെൻ v1 വിൽ ബി ഈക്വൽ ടു v2/√3 എന്ന് വരും അല്ലെ. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എടുക്കാം. ഇനി ഈ 1 നോക്കിയേ, 1ൽ v1 ഇല്ലേ, ആ 1നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 നമുക്ക് എന്ത് ചെയ്യാം? 1ൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാം അല്ലെ. അപ്പൊ 2 in 1 ചെയ്താൽ എന്ത് വരും? 2 എന്തായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? v is equal to v1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് v2 √3/2 ആയിരുന്നു. അവിടെ നമുക്ക് v1ന്റെ ഇക്വേഷൻ കൊടുക്കാം. v1ന്റെ വാല്യൂ എന്താണ്? v2/√3. ഇത് √3 അല്ല, ഇത് v2 ആണ് കേട്ടോ. ഓക്കെ, v1ന്റെ വാല്യൂ എന്ന് പറയുന്നത് v2, പിന്നെ അവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്, v2/√3 പ്ലസ് v2 √3 / 2 എന്ന് വരും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? സിമ്പിൾ ആയിട്ട് വിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാലോ. v is equal to v2/2 നമുക്ക് എന്താണ്? രണ്ടിലും കോമൺ ആയതുകൊണ്ട് അത് നമുക്ക് കോമൺ ആക്കി എടുക്കാം. then what will be 1/3 plus √3 എന്തായിരിക്കും? 1/3 plus √3 എന്താ വരിക? ജസ്റ്റ് ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കിയാ. v will be equal to v2 divided by 2 1 plus √3 into √3 that will be 3 divided by √3 ആയിരിക്കും അല്ലേ. that is equal to v2/2 into 4 divided by √3. okay, it will be equal to എന്തായിരിക്കും വരിക? 2v2 divided by √3 എന്ന് വരും. ഓക്കെ, അതായത് നമുക്ക് എന്ത് കിട്ടി? v2ന്റെ ഇക്വേഷൻ കിട്ടിയില്ലേ? v എന്ന് പറയുന്നത് 2v2 divided by √v3 ആണ്. അങ്ങനെയാണെങ്കിൽ v2 എന്താണ്? v2 is equal to √3v/2 എന്ന് വരും. ഓക്കെ, നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? v2ന്റെ ഇക്വേഷൻ കിട്ടി ഇൻ ടേംസ് ഓഫ് v. ഇതന്നല്ലേ നമ്മൾ ഓപ്ഷൻസിനും കൊടുത്തിട്ടുള്ളത്? √3v/2, അതായത് v2 ഇൻ ടേംസ് ഓഫ് v. നമ്മൾ ഇത്
ഫൈൻഡ് ചെയ്തു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, നമുക്ക് കൊളീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്ന അല്ലെങ്കിൽ കൊളീഷന്റെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് യൂസ് ചെയ്യേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ഇവിടെ നമ്മൾക്ക് എന്താ പറഞ്ഞത്, ഒരു ആംഗിളിലാണ് ഇത് ഡീവിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ ഇത് ഒരു ആംഗിളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോർ ഹൊറിസോണ്ടൽ കമ്പോണന്റും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോർ വെർട്ടിക്കൽ കമ്പോണന്റും യൂസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തിലെത്താം, ഫൈനൽ ആൻസറിലേക്ക് എത്താം. V2 is equal to √3V/2. എല്ലാവരും ചെയ്ത് നോക്കട്ടെ, ഇത് അത്ര ടഫ് ഒന്നും അല്ല, കുറച്ച് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് മറ്റു ക്വസ്റ്റ്യൻസ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളൊന്ന് ഫെമിലിയർ ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ ഇത് എല്ലാവരും ചെയ്ത് നോക്കട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. A block of mass 1 kilogram is free to move along the x-axis. ഒരു ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിന്റെ മാസ് എന്ന് പറയുന്നത് 1 kilogram ആണ്. അത് എക്സ് ആക്സിസിൽ ഫ്രീ ആയിട്ട് അതിനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് ഫ്രം ടൈം t equal to 0 onwards it is subjected to a time dependent force in the x direction. അതായത് ഫസ്റ്റിൽ അത് എന്താണ്, റെസ്റ്റിലാണ്. ഇനി t equal to 0 സെക്കൻഡിന് ശേഷം ഇത് എന്ത് ചെയ്യാൻ തുടങ്ങി, മൂവ് ചെയ്യാൻ തുടങ്ങി വിത്ത് എ ടൈം ഡിപ്പെൻഡന്റ് ഫോഴ്സ്. അതായത് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദ ഫോഴ്സ് എഫ് ഓഫ് ടി വാരീസ് വിത്ത് ടി ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഫോഴ്സ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കൈനറ്റിക് എനർജി ഓഫ് ദ ബ്ലോക്ക് അറ്റ് ടി ഈക്വൽ ടു 4 സെക്കൻഡ്. 4 സെക്കൻഡ് ആയിരിക്കുന്ന സമയത്ത്, അതായത് ഈ ഫൈനൽ ഈ ഒരു പോയിന്റിലെ ഇതിന്റെ കൈനറ്റിക് എനർജിയാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് കാണാലോ, ആർക്കെങ്കിലും ഓടുന്നുണ്ട് അത് എങ്ങനെ കാണാന്നുള്ളത് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 1 ജൂൾസ്, 2 ജൂൾസ്, 3 ജൂൾസ്, 4 ജൂൾസ്, 0 ജൂൾസ് നമുക്ക് തന്നിട്ടുണ്ട് ഓപ്ഷൻസ്. ഓക്കെ, എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത് സിമ്പിൾ ആണ്, ഞാൻ പറയാം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, എഫ് ഓഫ് ടിയും അതേപോലെ തന്നെ ടിയും ആണ്. ഇതൊരു ഗ്രാഫ് ആണല്ലോ. എഫ് ഓഫ് ടിയും യൂസ് ചെയ്തിട്ട്, അതായത് ഫോഴ്സും ടൈമും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഫോഴ്സും ടൈമും മൾട്ടിപ്ലൈ ചെയ്താല്, അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആ ഗ്രാഫ് നമുക്ക് എന്തൊക്കെ കാണാം, അതിന്റെ സ്ലോപ്പ് കാണാം, ഓൾസോ അതിന്റെ ഏരിയ കാണാം അല്ലെ. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി ആയിരിക്കും. ഇനി ഏരിയ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ടി ഇൻറ്റു ടി ആയിരിക്കും. ഈ എഫ് ഓഫ് ടി ഇൻറ്റു ടി നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി എന്താണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ടൈം ആണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യമൊന്നുമില്ല. എഫ് ഓഫ് ടി ഇൻറ്റു ടി നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതായത് ഈ ഒരു ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എഫ് ഓഫ് ടി ഇൻറ്റു ടി, എഫ് ഓഫ് ടി ഇൻറ്റു ടി എന്തായിരിക്കും? എഫ് ഓഫ് ടി ഇൻറ്റു ടി എന്ന് പറയുന്നത് നമ്മുടെ മൊമെന്റം ആണ്. മൊമെന്റത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് ടി ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ എഫ് ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ്, മൊമെന്റം ആണ്, മൊമെന്റം. ഓക്കെ, അതെങ്ങനെയാ വന്നതെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് മൊമെന്റത്തിനെ എഫ് ഇൻറ്റു ടി എന്ന് എഴുതാൻ പറ്റുന്നത്? എങ്ങനെയാടാ, എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെല്ലാവർക്കും അറിയുന്ന കേസ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത് നമുക്ക്? ദാറ്റ് ഈസ്, നമുക്കറിയാം മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, ആക്സലറേഷൻ ഇൻറ്റു ടൈം എന്ന് എഴുതാലോ. ഇനി എം എ എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് അല്ലേ. ദാറ്റ് ഈസ് പി ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. ഇങ്ങനെയാണ് ഈ ഇക്വേഷനെ നമ്മൾ എഴുതിയത് കേട്ടോ. അതെല്ലാവരും ഓർത്ത് വെച്ചോ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് എത്തിയത്, ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് പഠിച്ചു വെച്ചാലും മതി നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻസും കൂടെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെക്കാം. മൊമെന്റത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് എഴുതാം. ഇപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ടൈമും തന്നിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ നമ്മൾ എന്താ കാണേണ്ടത്, ഈ ഒരു ഗ്രാഫിന്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ എന്ത് കിട്ടും, ദ ഏരിയ ഓഫ് ഗ്രാഫ് ഗിവ്സ് മൊമെന്റം കിട്ടുമല്ലോ. ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൊമെന്റം കിട്ടും. ഇനി ഇൻ കേസ് നമുക്ക് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി ആണ് കാണേണ്ടിയിരുന്നെങ്കിലോ നമ്മൾ എന്ത് കണ്ടാൽ മതി, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ മതി. നമുക്ക് ഏരിയ ആണ് കാണാനുള്ളതുകൊണ്ട്
നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് ടി ഇൻറ്റു ഡി അതിന്റെ മൊമെന്റം ആണ് കാണാനുള്ളത്. അപ്പൊ മൊമെന്റം എന്തായിട്ട് വരും, സോ മൊമെന്റം പി ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഗ്രാഫിനെ ഓരോരോ പോർഷൻസ് ആയിട്ട് തിരിക്കാം. ദാറ്റ് ഇസ് ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. അങ്ങനെ ഓരോ ട്രയാങ്കിൾസിന് ഏരിയ കണ്ടാൽ മതിയല്ലോ. ഓക്കെ, സോ പി വിൽ ബി ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു എന്തെന്ന് വരും, ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ബേസ് എന്താണ്, 1 ആണ്. 1 ഇൻറ്റു അതിന്റെ ഹൈറ്റ് എത്രയാണ്, ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ബേസ് 1, ഹൈറ്റ് എത്രയാണ്, ഇത് നോക്കിയാൽ 2 ന്യൂട്ടൺ. സോ ഇറ്റ് വിൽ ബി 2 ആയിരിക്കും. ഇനി പ്ലസ് അല്ല, അടുത്ത ട്രയാങ്കിൾ നോക്കാം. അടുത്ത ട്രയാങ്കിൾ ഇവിടെയാണ്, അതായത് താഴെയാണ് വരുന്നത്. ഫസ്റ്റ് ട്രയാങ്കിൾ മുകളിലാണെങ്കിൽ ഇത് രണ്ടാമത്തെ നെഗറ്റീവിലാണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതിന്റെ ബേസ് എത്രയാണ്, 1 2 3, അതായത് എത്രയാണ് ബേസ് വരുന്നത്, 1 2 യൂണിറ്റ്സ് ആണ് വരുന്നത്. സോ again മൈനസ് 1/2 ഇൻറ്റു 2 ഇൻറ്റു അതിന്റെ ഹൈറ്റ് എത്രയാ വരുന്നത്, രണ്ടാമത്തെ ട്രയാങ്കിളുടെ ഹൈറ്റ്, അതും again 2 തന്നെയാണ് വരുന്നത്. 2 യൂണിറ്റ്സ് അല്ലേ. സോ ഇറ്റ് വിൽ ബി again 2 പ്ലസ് തേർഡ് ട്രയാങ്കിൾ നോക്കിയേ, ഇത് again പോസിറ്റീവിൽ വന്നു. അപ്പൊ നമ്മളുടെ again ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ്സ് ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ആണ്. സോ ഇറ്റ് വിൽ ബി again 1/2 ഇൻറ്റു 2 1/2 ഇൻറ്റു 1 ഇൻറ്റു 2 എന്ന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 1/2 ഇൻറ്റു 1 ഇൻറ്റു 2, ദാറ്റ് വിൽ ബി 1 ആയിരിക്കും. മൈനസ് 1/2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലെ, 2 കട്ടായി പോയെന്ന് വിചാരിച്ചോ. ജസ്റ്റ് ഫൈനൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫൈനൽ 2 മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ again 1/2 ഇൻറ്റു 1 ഇൻറ്റു 2, അതും എന്ത് തന്നെ ആയിരിക്കും, പ്ലസ് 1 ആയിരിക്കും. ഇപ്പൊ എന്ത് വരും, 2 മൈനസ് 2 എന്ന് വരും അല്ലേ, ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ എന്ത് കിട്ടി, മൊമെന്റം എത്രയാന്ന് കിട്ടി, മൊമെന്റം എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. മൊമെന്റം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എം വി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. നമുക്ക് കാണാനുള്ളത് എന്താണ്, ദാറ്റ് ഇസ് നമുക്ക് കാണാനുള്ളത് കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താടാ, കൈനറ്റിക് എനർജി എങ്ങനെ കാണാം, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ അല്ലേ. ഇതിനെ നമുക്ക് ഹാഫ് ഇൻറ്റു എം വി ഇൻറ്റു വി എന്ന് എഴുതിയെന്ന് വിചാരിച്ചോ. ഓക്കെ, ദെൻ എം വി 0 ആണല്ലോ, അപ്പൊ എന്തായിട്ട് മാറി, 0 ജൂൾസ് ആയിട്ട് മാറി. ഓക്കെ, ഇപ്പോ ഇത് നമ്മൾ ഇക്വേഷൻ നമുക്ക് കറക്റ്റ് ആൻസർ എന്താന്ന് കിട്ടിയത്, ദാറ്റ് ഇസ് 0 ജൂൾസ് ആണ്. ഇക്വേഷൻ ഓപ്ഷൻ നമ്പർ ഡി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഇൻ കേസ് നമ്മൾ ഇവിടെ വരെയുള്ള, അതായത് t=4 സെക്കൻഡ് വരെയുള്ള t=4 സെക്കൻഡിലാവുമ്പോഴുള്ള കൈനറ്റിക് എനർജി കാണാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിന്റെ ഏരിയ പ്ലസ് ഇതിന്റെ ഏരിയ പ്ലസ് ഇതിന്റെ ഏരിയ ചെയ്തത്. ഇൻ കേസ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് t=3 സെക്കൻഡിലാണെങ്കിൽ നിങ്ങൾ എന്തിന്റെ ഏരിയ മാത്രം കണ്ടാൽ മതി, ഇതിന്റെ രണ്ടിന്റെ ഏരിയ കണ്ടാൽ മതി. അതായത് ഇക്വേഷനിൽ ഈ ഒരു പോർഷൻ എന്തായിരിക്കും, കട്ടായിരിക്കും. എന്താ മാത്രം വരിക, ഇത്ര മാത്രമേ വരത്തുള്ളൂ, 1 മൈനസ് 2. അപ്പൊ ഇക്വേഷനിൽ എന്ത് വരും, -1 എന്ന് വരും. ദാറ്റ് ഇസ് 1 ജൂൾസ് ആയിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ വരിക. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇനി ഇൻ കേസ് ഇവിടെ വരെ ഉള്ളെങ്കിലോ, അപ്പൊ നിങ്ങൾക്ക് കിട്ടല് 1/2 ജൂൾസ് ആയിരിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ 1/2 ആയിരിക്കും എന്തിൽ കിട്ടുക, നമ്മൾ പറഞ്ഞിട്ടുള്ള മൊമെന്റത്തിന്റെ വാല്യൂ കിട്ടുക. അതിനനുസരിച്ച് എന്ത് മാറും, എനർജിയുടെ വാല്യൂ മാറും കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, എപ്പോഴും ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക, അതിന്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇക്വേഷനിലേക്ക് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ നമുക്ക് കിട്ടുമോ, അതിന്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ കിട്ടുമോ, അത് ആലോചിച്ച് വെക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തരുന്നത് എന്താ പറയാ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തരുന്നത് വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് കാണാം, ആക്സലറേഷൻ കാണാം. പിന്നെ വെലോസിറ്റിയും ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് കാണാം. അങ്ങനെ നിങ്ങൾക്ക് ഓരോരോ ഗ്രാഫിനും ഓരോരോ ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് an engine of power 58.8 kilowatts pulls a train of mass 2 into 10 raised to 5 kilogram with a velocity of 36 km/h. Okay, the coefficient of friction is, coefficient of friction ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയായിരിക്കും കാണാം, ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ലൈക്ക് ആ ഒരു പ്രിൻസിപ്പിൾ എന്തായിരിക്കും, അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട ലോ എന്തായിരിക്കും. ബിക്കോസ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള വെലോസിറ്റി ആണ്. 36 km/h എന്ന് പറയുന്ന
ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രെയിന് പുൾ ചെയ്യുന്നത്. ട്രെയിന് പുൾ ചെയ്യുന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും, ആ പുൾ ചെയ്യുന്ന വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും, പുൾ ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ. എന്താണ് നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കേണ്ടത്, നമ്മൾ ഇൻ കേസ് നമ്മൾ പുൾ ചെയ്യുന്ന വെലോസിറ്റി അല്ലെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് ഈ ഫ്രിക്ഷൻ ഫോഴ്സ് ഈ പുൾ ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രിക്ഷൻ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, നമുക്ക് പവർ തന്നിട്ടുണ്ട് അല്ലെ, ദാറ്റ് ഈസ് 58.8 കിലോ വാട്ട് എന്ന് വന്നിട്ടുണ്ട് അല്ലെ, കിലോ വാട്ട്സ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 58.8 ഇൻറ്റു 10 ക്യൂബ് വാട്ട്സ് എന്ന് എഴുതാം നമുക്ക്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, ഇതിന്റെ മാസ് തന്നിട്ടുണ്ട്, ഒരു ഈ പറഞ്ഞിട്ടുള്ള ട്രെയിനിന്റെ മാസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 2 ഇൻറ്റു 10⁵5 കിലോഗ്രാംസ് ആണ് തന്നിട്ടുണ്ട്. ഇനി പിന്നെ ഈ ഒരു വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി എത്രയാണ്, ദാറ്റ് ഇസ് 36 കിലോമീറ്റർ പെർ ഹവർ ആണ്. നമുക്ക് വേണ്ടത് കിലോമീറ്റർ പെർ ഹവറിലാണോ, അല്ല, നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാണ് വേണ്ടത്. മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് നിങ്ങൾ ചെറിയ നിങ്ങൾക്ക് ആദ്യം മുതലേ അറിയുന്നതായിരിക്കും അല്ലെ, നമ്മളിപ്പോ +1 ക്ലാസ് മുതലേ നിങ്ങൾക്ക് പറഞ്ഞായിരിക്കും. കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 15 ചെയ്താൽ മതി, അല്ല സോറി, ഇൻറ്റു 5/8 ചെയ്താൽ മതി. കിലോമീറ്റർ പെർ ഹവർ ടു മീറ്റർ പെർ സെക്കൻഡ് എന്താ ചെയ്യേണ്ടത്, ആ ഒരു വാല്യൂ ഇൻറ്റു 5/8 ചെയ്യാം. ഇനി തിരിച്ചാണെങ്കിലോ, മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ ഹവറിലേക്കാണെങ്കിലോ എന്താണ് ചെയ്യേണ്ടത്, ആ വാല്യൂ ഇൻറ്റു 18/5 ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാവരും ആലോചിച്ച് വെക്കണേ. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ വി എന്ത് കിട്ടും, വി വിൽ ബി ഈക്വൽ ടു എന്തെന്ന് വരും, 36. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 36 18 എന്ത് വരും, 2 വരും അല്ലെ, 2 ഇൻറ്റു 5 വിൽ ബി 10 ആയിരിക്കും. സോ വെലോസിറ്റി എന്ത് കിട്ടി, 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പൊ പവർ ഉണ്ട്, മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. ഇനി നമുക്ക് എന്തായിരിക്കും കാണാൻ പറ്റുക, പവർ, മാസ്, വെലോസിറ്റി എന്തായിരിക്കും കാണാൻ പറ്റുക, എന്തെങ്കിലും കാണാനുള്ള ഇക്വേഷൻ ആർക്കെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ജസ്റ്റ് എന്താണ് നമ്മളുടെ പവർ പി എന്ന് പറയുന്ന പവർ ഇല്ലേ, ഓക്കെ, മൊമെന്റ് അല്ല പവർ കേട്ടോ. ഈ പവർ എന്ന് പറയുന്നത് എന്താണ്, പവറിന്റെ ഒരു ഇക്വേഷൻ നമുക്കറിയാലോ, ദാറ്റ് ഇസ് പവറിനെ നമുക്ക് എഫ് ഇൻറ്റു വി എന്ന് എഴുതാം. ഓക്കെ, പവർ പീനെ നമുക്ക് എഫ് ഇൻറ്റു വി എന്ന് എഴുതാം. പവർ ഈക്വൽ ടു എഫ് ഇൻറ്റു വി, എല്ലാവർക്കും അറിയുന്നതായിരിക്കും, സിമ്പിൾ ആണ്. എങ്ങനെയാണ് പവറിനെ എഫ് ഇൻറ്റു വി എന്ന് എഴുതിയത്, കാരണം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നതായിരിക്കും. ഇൻ കേസ് ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, വർക്കിനെ നമ്മൾ എങ്ങനെയാ പറയുന്നത്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും, ഡിവൈഡഡ് ബൈ ടൈം. ഇതിലെ ഈ S/T എന്ന് പറഞ്ഞാൽ എന്താടാ, ഈ S/Tനെ S/T എന്നുള്ളതിനെ നമുക്ക് എന്തെന്ന് എഴുതാം, വെലോസിറ്റി എന്ന് എഴുതാം അല്ലെ. S/T എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി അല്ലേ, ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ. സോ അങ്ങനെയാണ് എന്തായത്, പവർ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി എന്നായത് കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ഓർത്തിരിക്കുക, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്, അതെല്ലാവർക്കും ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, കേസ് ആർക്കെങ്കിലും പെട്ടെന്ന് അറിയുന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. ഇതിൽ നോക്കിയേ, നമുക്ക് ഫോഴ്സ് കാണാലോ, ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പവർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. പവർ നമ്മളെ കയ്യിലുണ്ടല്ലോ, 58.8 ഇൻറ്റു 10 ക്യൂബ് ആണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അതെന്തായി, 58.8 ഇൻറ്റു 10 സ്ക്വയർ എന്നായി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 5880 എന്തെന്ന് കിട്ടി, ഫോഴ്സ് ആയതുകൊണ്ട് ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ ഫോഴ്സിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്താ പറഞ്ഞത്, ഫോഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഫ്രിക്ഷൻ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഫ്രിക്ഷൻ ഫോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറ്, FS എന്നാണ് റെപ്രസെന്റ് ചെയ്യാറ് അല്ലെ. ഈ FS എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു mg ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാലോ. ഇപ്പൊ നമ്മൾ കണ്ടു, FS എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു mg ആണ്. ആ മ്യൂ ഇൻറ്റു mg എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്,
ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെയുള്ള അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മ്യൂയുടെ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഇസ് എഫ് ഡിവൈഡഡ് ബൈ എം ജി ആയിരിക്കും. എഫിന്റെ വാല്യൂ നമ്മൾ കണ്ടല്ലോ. എഫ് ഇസ് ഈക്വൽ ടു എന്താ തന്നെ നോക്കിയേ. എഫിന്റെ വാല്യൂ എന്തായിരുന്നു? 588, അതായത് 5880 ന്യൂട്ടൺസ് ആയിരുന്നു അല്ലേ? നമുക്കറിയാം എം നമ്മളിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 2 × 10⁵. ഓക്കെ, ജിയിൽ നിങ്ങൾക്ക് 9.8 എന്ന് എടുത്ത് ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 10 എന്നെടുത്ത് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് 5880 × 10⁻⁻6 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിക്കൂടെ? അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.00294 സംതിങ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. കാരണം ഇവിടെ 10⁻6 ഡിവൈഡഡ് ബൈ 2, ഇവിടെ ഇനി 10⁵ ആവത്തില്ലേ? ഈ 0യും അതുപോലെ തന്നെ ഈ 10⁻6 കൂടെ കട്ട് ചെയ്ത് പോയാൽ 10⁵ ആവുമല്ലോ, -5 ആവുമല്ലോ. അപ്പോൾ 588 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 294 എന്ന് വരും അല്ലേ? ഇത് രണ്ടും കട്ട് ചെയ്ത് വരുമ്പോൾ അപ്പൊ അതിന് 5 പോയിന്റ്സ് മാറിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ പോയിന്റ് ഇടുന്ന സമയത്ത് ഇറ്റ് വിൽ ബി 0.00294. അപ്പൊ 294 അടുത്ത് വരുന്ന വാല്യൂസ് ഇതിൽ ഏതാ വരുന്നത്? 0.00294. അപ്പൊ അതിനെ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.003 എന്ന് കിട്ടും. ഇതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? കറക്റ്റ് ആൻസർ വരുന്നത് 0.00294 ആണ്. അപ്പൊ നമുക്ക് അതിനെ റൗണ്ട് ചെയ്ത് അപ്രോക്സിമേറ്റ്ലി എന്തെന്ന് എഴുതാം? നമ്മളെ ഇക്വേഷനിലുള്ള അല്ലെങ്കിൽ ഓപ്ഷൻസിലുള്ള കറക്റ്റ് ആയിട്ട് 0.003 എന്ന് എഴുതാം. ഇതായിരിക്കും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എല്ലാത്തിനെയും നമ്മൾ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. എല്ലാ ഇക്വേഷൻസിലെ എല്ലാ പോയിന്റ്സും എല്ലാ നമ്പേഴ്സും എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതായിരിക്കും കറക്റ്റ് ആൻസർ 0.003. ഓക്കെ, 10 വെച്ച് ചെയ്യാൻ നമുക്കറിയാലോ നമ്മുടെ ഇക്വേഷനിലേക്ക്, അതായത് ഓപ്ഷൻസിനെ ഏകദേശം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 10 വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് A spring with force constant K is initially stretched by x1. If it is further stretched by x2, then the increase in its potential energy is. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഒരു സ്പ്രിങ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ് ഇനീഷ്യലി എന്താണ്? ഇനീഷ്യലി ഇത് സ്ട്രെച്ച് ചെയ്യുന്നത് ഒരു ആംഗിൾ ഒരു ലെങ്ത് x1ലേക്കാണ്. ഓക്കെ, ഫസ്റ്റിലെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? x1 എന്ന് പറയുന്നതാണ് ഫസ്റ്റിലെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ എന്ന് പറയുമ്പോൾ ഇതേ സംഭവം തന്നെ, അതായത് ഇതേ സ്പ്രിങ് തന്നെ നേരത്തെ x1 ഉണ്ടായിരുന്നെങ്കിൽ ആ x1നെക്കാളും എന്ത് ചെയ്തിട്ടുണ്ട്? x1നെക്കാളും ഒരു x2 ലെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടുതൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ x1 എന്ന് പറയുന്നതായിരുന്നു നേരത്തെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പൊ അത് കൂടുതൽ സ്ട്രെച്ച് ചെയ്തിട്ട് x2 എന്ന് പറയുന്ന ഒരു ലെങ്ത്തിലേക്ക് കൂടെ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് ആണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ½ kx² എന്ന് എഴുതാം. എല്ലാവർക്കും അറിയുന്നതല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കട്ടാ. ഒരു പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് എന്താണ്? ദാറ്റ് ഈസ് ½ kx² ആണ്. ഇവിടുത്തെ k എന്ന് പറയുന്നത് എന്താണ്? സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഓക്കെ, k എന്ന് പറയുന്നത് സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. k എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് അപ്പൊ ഫസ്റ്റ് കേസിലെ u1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇക്വൽ ടു ½
x1 ആയിരിക്കും. ഇനി u2 എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇക്വൽ ടു ഹാഫ് കെ. x2 ഡയറക്റ്റ് എഴുതാൻ പറ്റുമോ? ഇല്ല. x2 എന്ന് പറയുന്നത് അതിനെ എക്സ്ട്രാ അതിനെ സ്ട്രെച്ച് ചെയ്ത വീണ്ടും സ്ട്രെച്ച് ചെയ്ത ആ ഒരു ലെങ്ത് ആണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് എത്രയാണ്? ഡെൽറ്റ യു എത്രയാണ്? ദാറ്റ് ഈസ് ഇക്വൽ ടു ഹാഫ്. ഇനി ഇനീഷ്യലി ഉണ്ടായിരുന്നത് x1 സ്ക്വയർ ആണ് മൈനസ് ഹാഫ് കെ x1 മൈനസ് അല്ല x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് കെ x1 സ്ക്വയർ മൈനസ് ഹാഫ് കെ x1 പ്ലസ് x2 ഹോൾ സ്ക്വയറിന് എങ്ങനെ എഴുതാം? x1 സ്ക്വയർ പ്ലസ് 2 x1 x2 പ്ലസ് x2 സ്ക്വയറിന് എഴുതാം. ഓക്കെ ഓക്കെ നമുക്ക് ഇനി ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്നുള്ള ടേംസിൽ എഴുതാവേ. ഓക്കെ, സെയിം. ഞാൻ ജസ്റ്റ് ആ ഒരു സൈനിന് മാത്രമേ മാറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഫൈനലി എന്തായിരുന്നു? ഹാഫ് കെ x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ ആണ് മൈനസ് ഹാഫ് കെ x1 എന്ന് വരും. ഓക്കെ, x1 സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് കെ ഇൻറ്റു എന്ത് വരും? x1 സ്ക്വയർ പ്ലസ് 2 x1 x2 പ്ലസ് x2 സ്ക്വയർ മൈനസ് ഹാഫ് കെ x1 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു നമ്മുടെ ബ്രാക്കറ്റിന് ഓപ്പൺ ചെയ്യുക. അപ്പൊ 2 കട്ടായി പോയിട്ട് ഇവിടെ എന്ത് വരും? x1 പ്ലസ് x1 x2 എന്ന് വരും. കെ x1 x2 പ്ലസ് ഹാഫ് കെ x2 സ്ക്വയർ മൈനസ് ഹാഫ് കെ x1 സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് കെ x1 സ്ക്വയറും മൈനസ് ഹാഫ് കെ x1 സ്ക്വയറും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് മാറ്റാം അല്ലേ? ഇനി നമുക്ക് ഇതിൽ നോക്കിയേ, നമുക്ക് ഫൈനലി എന്ത് കിട്ടി? കെ x1 x2 പ്ലസ് ഹാഫ് കെ x2 സ്ക്വയറിന് കിട്ടി. നമ്മുടെ ഇക്വേഷനിൽ തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവമായിട്ട് മാച്ച് ചെയ്യാൻ നമുക്ക് പറ്റുമോ നോക്കാം. ഇതിലേക്ക് മാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഹാഫ് കെ ഇൻറ്റു x2 മൈനസ് x1 സ്ക്വയർ. അതിനേക്ക് എന്തായാലും ആക്കാൻ പറ്റത്തില്ല, കാരണം x2 മൈനസ് x1 സ്ക്വയറിൽ നിന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല. ഇനി ഇതിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഹാഫ് കെ x1. അപ്പൊ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? a ഇൻറ്റു ബി, അങ്ങനെ ആ ഒരു അല്ലെങ്കിൽ a മൈനസ് ബി പ്ലസ് a പ്ലസ് ബി ടേംസിലൊക്കെ വരണം അല്ലെ? ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഓപ്ഷൻസിലേക്ക് എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമോ നോക്കാം. ദാറ്റ് ഇസ് ഇവിടെ ഹാഫ് കെ x2 ഇൻറ്റു x2 പ്ലസ് 2x1 എന്നുള്ള ടേമിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞിട്ടില്ല, ഫസ്റ്റ് നമ്മൾ ഇക്വേഷനിൽ പറഞ്ഞിട്ടില്ല ഹാഫ് കെ x2 ഇവിടെ എന്ത് ചെയ്തെടുക്കാം? ഒന്ന് കോമൺ ആയിട്ട് എടുത്ത് കൊടുക്കാം. ഹാഫ് കെ x2. ഓക്കെ, ദെൻ ഇതിൽ എന്തുണ്ടായിരിക്കും? ഫസ്റ്റത്തെ ഈ ഒരു ടേമില് എന്ത് ബാക്കി ഉണ്ടായിരിക്കും? ഈ ഒരു ടേമില് ദാറ്റ് ഇസ് നമ്മൾ ഓൾറെഡി കെനെ നമ്മൾ കോമൺ ആയി എടുത്തു. അവിടെ ഒരു 2 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു x1 ഉണ്ടായിരിക്കും പ്ലസ് ഇവിടെ എന്തുണ്ടായിരിക്കും? ഒരു x2 കോമൺ ആയിട്ടുണ്ടെങ്കിൽ x2 ഹോൾ സ്ക്വയർ ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് നമുക്ക് ഇതിന് സിമ്പിൾ ആയിട്ട് ഹാഫ് കെ x2 ഇൻറ്റു x2 സ്ക്വയർ പ്ലസ് 2x1 എന്ന് എഴുതാം അല്ലെ? ഈ ഒരു ടേമിലേക്ക് നമുക്ക് ഇക്വേഷനെ മാറ്റിക്കൂടെ? ഇതന്നെയല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ? ഹാഫ് കെ x2 സ്ക്വയർ ഇല്ല കേട്ടോ, കാരണം നമ്മളൊരു ഒന്നിനെ കോമൺ ആക്കി എടുത്തല്ലോ. ഓക്കെ, x2 ഇതന്നെയല്ലേ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ? നോക്കിയേ, ഇവിടെ ഇല്ല ഹാഫ് കെ x2 ഇൻറ്റു x2 പ്ലസ് 2x1 തന്നെയല്ലേ ഇത്? ഹാഫ് കെ x2 ഇൻറ്റു x2 പ്ലസ് 2x1. അപ്പൊ നമുക്ക് ഫൈനലി കിട്ടിയ ഇക്വേഷൻ ഇതായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഓപ്ഷൻസിലുള്ള ഒരു ടേമുമായിട്ട് മാച്ച് ചെയ്ത് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ യു ഈക്വൽ ടു ഹാഫ് കെ x2 ഇൻറ്റു x2 പ്ലസ് 2x1. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഓപ്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇതന്നെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ മതി. ഇനി അങ്ങനെയല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഹാഫ് കെ ഇൻറ്റു x1 x2 ഇൻറ്റു 2 പ്ലസ് x2 സ്ക്വയർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും എഴുതേണ്ടത്. അതായത് നമ്മുടെ ഓപ്ഷൻസിൽ എന്താണ് ഉള്ളത് ആ ഒരു ടേംസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മാച്ച് ചെയ്ത് എഴുതാൻ പറ്റണം. അതാണ് ഇപ്പൊ നമ്മളുടെ ഇക്വേഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ വന്നത്, ബി ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ tied to a string describes a vertical and circular motion of radius r continually if it has a velocity √3 gr
at the highest point, then the ratio of the respective tensions in the string holding it at the highest and lowest point is. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4:3, 5:4, 1:4, 1:2, 1:2. ഓക്കെ, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും മനസ്സിലായോ? അത് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ നോക്കിയേ. ഫസ്റ്റ് എന്താ പറയുന്നത്? എ പാർട്ടിക്കിൾ ടൈഡ് ടു എ സ്ട്രിങ് ഡിസ്ക്രൈബ്സ് എ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്ട്രിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ടൈ ചെയ്തിട്ടുണ്ട്. ഈ ടൈ ചെയ്ത ഈ ഒരു പാർട്ടിക്കിള് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? വെർട്ടിക്കുലർ സർക്കുലർ മോഷനിലാണ് മൂവ് ചെയ്യുന്നത്. എന്താണ് ഈ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാല്? വെർട്ടിക്കുലർ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ ആ ഒരു മോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സെക്കൻഡ്, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ബ്ലൂ കളറിൽ ഒരു പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചാല് ഈ പാർട്ടിക്കിള് ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നു. ആ സർക്കുലർ പാത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, എന്താ പറഞ്ഞേ? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റ് ഒരു വെർട്ടിക്കൽ പാത്തിൽ മൂവ് ചെയ്യുന്നു. ആ വെർട്ടിക്കൽ പാത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സർക്കുലർ പാത്തിന്റെ റേഡിയസ് എത്രയാന്നാ പറഞ്ഞത്? സർക്കുലർ പാത്തിന്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, അതിന്റെ റേഡിയസ് 6 ആണ്. 6 റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുന്ന മോഷൻ എങ്ങനെയാണ്? ഒരു വെർട്ടിക്കൽ മോഷൻ. അതായത് ഇപ്പൊ നമ്മളെ കയ്യിൽ ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ ഈ സ്ട്രിങ്ങിനെ നമ്മൾ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പാർട്ടിക്കിൾ വന്നു. അതിനെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ കറക്കി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളൊരു സ്ട്രിങ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ കറക്കാം അല്ലെ. ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ സർക്കുലർ മോഷൻ ആണ്. തിരിച്ച് നമ്മൾ ഈ സ്ട്രിങ് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ സ്ട്രിങ് ഇവിടെ ഹയസ്റ്റ് പോയിന്റിലായിരിക്കുന്ന ടൈമിലുള്ള ടെൻഷനും അതേപോലെ തന്നെ ഈ സ്ട്രിങ് ഇവിടെയാണെന്ന് വിചാരിച്ചോ. അപ്പൊ അത് എന്ത് പോയിന്റിലാണ്? ലോവസ്റ്റ് ടെൻഷനും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ജസ്റ്റ് എന്താണ്? R എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു സർക്കുലർ മോഷൻ. ഓക്കെ, അതിൽ ആ സർക്കുലർ മോഷനിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. ഇതാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. തിരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ ഡയറക്ഷൻ. അതിന്റെ ഹയസ്റ്റ് പോയിന്റിലും ലോവസ്റ്റ് പോയിന്റിലും തമ്മിലുള്ള ടെൻഷൻസിന്റെ റേഷ്യോ ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒരു സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താണ്? അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഏതൊക്കെ ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യും? ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിക്കിളിനെ ഇതിന്റെ സെന്ററിലോട്ട്, അതായത് ഇപ്പൊ ഏതൊരു സെന്ററിലേക്ക് എടുത്താലും ഈ പാർട്ടിക്കിൾ എന്തുണ്ടായിരിക്കും? ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലെ. അതായത് ഈ ഒരു പാർട്ടിക്കിളിന് ഇതിന്റെ സെന്ററിലോട്ട് ഒരു ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, T ഉണ്ടായിരിക്കും. ഇനി അതുകൂടാതെ ഈ പാർട്ടിക്കിള് എന്തുണ്ടായിരിക്കും? ഓരോ പോയിന്റിൽ എത്തുമ്പോഴും ആ പാർട്ടിക്കിൾ എന്തുണ്ടായിരിക്കും? ഓരോ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും, ഓരോ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. ഹയസ്റ്റ് പോയിന്റിലായിരിക്കുന്ന സമയത്ത് അതിനെന്തുണ്ടായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ഹയസ്റ്റ് പോയിന്റിലായിരിക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. ലോവസ്റ്റ് പോയിന്റിലായിരിക്കുന്ന സമയത്ത് അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമോ? ഇല്ല, കാരണം ഇവിടെ ഹൈറ്റ് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല, കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അത് കൂടാതെ ഈ ഒരു സർക്കുലർ മോഷനിലുള്ള ഏതൊരു ഒബ്ജക്റ്റിനും എന്തുണ്ടായിരിക്കും? ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അതായത് ആ ഒരു സെന്ററിൽ നിന്ന് വിട്ടു പോകാനുള്ള ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും, അതും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ എപ്പോഴാണ് ഈ ഒരു ഒബ്ജക്റ്റ് കൃത്യമായി സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നത്? ഈ ടെൻഷനും അതുപോലെ തന്നെ അതിന്റെ സെന്ററിലേക്കുള്ള ആ ഒരു വെയിറ്റും കൂടെ ഈ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു കറക്റ്റ് സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് ഹയസ്റ്റ് പോയിന്റിലായിരിക്കുന്ന സമയത്ത് അവിടെ ടെൻഷൻ എന്തായിരിക്കും? ടെൻഷൻ ആൻഡ് വെയിറ്റ് ബോത്ത്
അപ്പൊ ടെൻഷനും വെയിറ്റും എന്തായിരിക്കും? ബോത്ത് വിൽ ബി ടുവേർഡ്സ് ഡൗൺവേർഡ്സ് ആയിരിക്കും അല്ലെ. നമ്മളെ ഒരു ഒബ്ജക്റ്റ് ഹയസ്റ്റ് പോയിന്റിലായിരിക്കുന്ന സമയത്ത്, ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്, അതിന്റെ വെയിറ്റ് വരുന്നത് താഴോട്ടല്ലേ. അതുപോലെ തന്നെ ടെൻഷനും വരുന്നത് ഏതാണ്? സെയിം ഡയറക്ഷനിലാണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വരുന്നത് എങ്ങോട്ടായിരിക്കും? ഔട്ട്വേർഡ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അത് രണ്ടും ബാലൻസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ഒരു കറക്റ്റ് സർക്കുലർ മോഷൻ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇത് രണ്ടും ബാലൻസ് ചെയ്യുമല്ലോ. സോ ടെൻഷൻ നമുക്ക് ഹയസ്റ്റ് പോയിന്റിലെ ടെൻഷൻ ഞാൻ ടി എച്ച് എന്ന് എഴുതുന്നു. ഓക്കെ, ഹയസ്റ്റ് പോയിന്റിലെ ടെൻഷൻ ഞാൻ ടി എച്ച് എന്ന് എഴുതുന്നു. പിന്നെ ടി എച്ച് പ്ലസ് പിന്നെ എന്ത് വരും? എം ജി വരും അല്ലെ, വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഇസ് എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ അല്ലേ. ഓക്കെ, ദാറ്റ് ഇസ് ഞാൻ അവിടെ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റിനെ ഞാൻ വി എച്ച് എന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ നമുക്കറിയാലോ വി എച്ചിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വി എച്ച് എന്ന് പറയുന്നത് എന്താന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ക്വസ്റ്റ്യനില്? ദാറ്റ് ഇസ് √3GR ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാലോ. ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? ടി എച്ച് പ്ലസ് എം ജി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി എച്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 3GR എന്ന് എഴുതാം അല്ലെ. സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, അപ്പോ √3GR എന്ന് എഴുതാം. പിന്നെ ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം. ഓക്കെ, ജെൻ ആർ കട്ടായി പോകും. ദെൻ ടി എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ ഹയസ്റ്റ് പോയിന്റിലെ എന്ത് കിട്ടി? ഹയസ്റ്റ് പോയിന്റിലെ ടെൻഷൻ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 3mg. ഈ ഇക്വേഷനിലെ ഈ എം ജിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഇറ്റ് വിൽ ബി -mg. സോ -mg. അപ്പൊ ടി എം ജി ഹയസ്റ്റ് പോയിന്റിലെ ടെൻഷൻ എന്തെന്ന് കിട്ടി? ഹയസ്റ്റ് പോയിന്റിലെ ടെൻഷൻ ഈക്വൽ ടു 2mg ആണെന്ന് കിട്ടി. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇത് നമുക്ക് അവിടെ വെക്കാം. ഓക്കെ, ഹയസ്റ്റ് പോയിന്റിലെ ടെൻഷൻ കിട്ടി, ദാറ്റ് ഇസ് 2mg. ഇനി നമുക്ക് എന്ത് കാണണം? ലോവസ്റ്റ് പോയിന്റിൽ എന്ത് കാണണം? ടെൻഷൻ കാണണം. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ലോവസ്റ്റ് പോയിന്റിലെ ടെൻഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കാണാം. എന്ത് കിട്ടിയാലും അതിന്റെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ലോവസ്റ്റ് പോയിന്റിലെ എന്ത് കാണാൻ പറ്റും? ടെൻഷൻ കാണാൻ പറ്റും. ടി ബി ഇസ് ഈക്വൽ ടു ലോവസ്റ്റ് പോയിന്റിൽ എന്ന് പറയുമ്പോൾ ടി എൽ എന്നോ ടി ബി എന്ന് വിളിച്ചാല് എം വി അവിടുത്തെ എന്താണ്? അവിടുത്തെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ മൈനസ് എം ജി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോവസ്റ്റ് പോയിന്റിലെ കാണാം. പക്ഷെ ഈ വി ബി ഇവിടുത്തെ വെലോസിറ്റിയുടെ വാല്യൂ നമുക്കറിയില്ല. നമുക്ക് ഇവിടുത്തെ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റിയുടെ വാല്യൂ കണ്ടോണ്ടല്ലേ നമുക്ക് ഇതിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ പറ്റിയേ. ലോവസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ വെലോസിറ്റി കാണണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യാലോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം എന്തായിരിക്കും? എനർജി ഓഫ് ഹയസ്റ്റ് പോയിന്റ് വിൽ ബി ഈക്വൽ ടു എനർജി ഓഫ് ലോവസ്റ്റ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, ലോവസ്റ്റ് പോയിന്റിലെ എനർജിയും ഹയസ്റ്റ് പോയിന്റിലെ എനർജിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഹയസ്റ്റ് പോയിന്റിലെ എനർജി എന്താ വരിക? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് എം, അല്ലെങ്കിൽ അവിടുത്തെ എനർജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും അല്ലെ. ഹാഫ് എം അവിടുത്തെ ഈ പറഞ്ഞിട്ടുള്ള വെലോസിറ്റിയുടെ സ്ക്വയർ പ്ലസ് അവിടെ ആയിരിക്കുന്ന സമയത്ത് എന്തുകൂടെ ഉണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി കൂടെ ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു mg ഇൻറ്റു ഈ ഹൈറ്റ് എന്താണ്? ഓക്കെ, ദെൻ ഞാൻ ഇവിടെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ടേംസിൽ തന്നെ എഴുതി തരാവേ. കൈനറ്റിക് എനർജി ഓഫ് ഹയസ്റ്റ് പോയിന്റ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഹയസ്റ്റ് പോയിന്റ് വിച്ച് വിൽ ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ലോവസ്റ്റ് പോയിന്റ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ലോവസ്റ്റ് പോയിന്റ് എന്ന് വരും. ഓക്കെ, ഹയസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജി എന്താണ്? ഹയസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി എച്ച് സ്ക്വയർ. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? എം ജി എച്ച് ആണ്. എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് നോക്കിയേ, ഇത് 6, ഇത് 6. അപ്പൊ എന്ത് വരും? 2R എന്ന് വരും അല്ലെ. സോ ഇറ്റ് വിൽ ബി mg ഇൻറ്റു 2R mg into 2R which will be equal to lowest point la kinetic energy endana half m vl square plus avudathe identherum avudathe height difference endana 0 aanu കാരണം ഇത് നോക്കിയാ ഇവിടെന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് r plus r 2r lowest point ലായിരിക്കുന്ന സമയത്ത് അതിന് ഹൈറ്റ് ഉണ്ടോ?
ഇല്ല, അത് 0 പോയിന്റിലാണ്. സോ ഇറ്റ് വിൽ ബി mg ഇൻറ്റു 0 എന്ന് വരും. ഓക്കെ, ആ കാര്യത്തിൽ എല്ലാവരും കൺഫ്യൂഷൻ ആവേണ്ട. നോട്ട് മാത്രം കണ്ട ആരും ഇതെങ്ങനെ വന്നെന്ന് കൺഫ്യൂഷൻ ആവരുത് കേട്ടാ. ഓക്കെ, ജസ്റ്റ് എല്ലാവരും ഓർത്തിരിക്കുക, ഇതുകൊണ്ടാണ് അത് 0 ആയത്. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ നമുക്ക് ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് എഴുതാം. ഹാഫ് എം വി എച്ച് സ്ക്വയർ പ്ലസ് എം അല്ലെങ്കിൽ 2mgr is equal to half mvl square എന്ന് എഴുതാം അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് അറിയാവുന്ന കേസാണ്, എമ്മിന്റെ എല്ലാ ടേംസും കട്ടായി പോകും. ഓൾസോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി എച്ച് സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാലോ. വി എച്ച് സ്ക്വയർ എന്തായിരുന്നു? 3gr ആയിരുന്നു അല്ലേ? 3gr പ്ലസ് 2gr ഈസ് ഈക്വൽ ടു ഹാഫ് എം അല്ലെങ്കിൽ ഹാഫ് വി എൽ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ വി എൽ സ്ക്വയർ എന്താടാ? വി എൽ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു, നമ്മൾ ഈ 1/2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 1/2 1/2 ക്യാൻസൽ ആവും. 3gr പ്ലസ് എന്ത് വരും? 2 ഇൻറ്റു 2gr എന്ന് വരും അല്ലേ? സോ വി എൽ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 3gr പ്ലസ് 4gr. ദാറ്റ് ഇസ് വി എൽ സ്ക്വയർ ഈക്വൽ ടു 7gr എന്ന് കിട്ടി. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ വി എൽ സ്ക്വയർ എന്ത് കിട്ടി? 7gr എന്ന് കിട്ടി. കണ്ടോ, അതെങ്ങനെയാ മനസ്സിലായില്ലേ? ജസ്റ്റ് എന്താ ചെയ്തേ? സിമ്പിൾ ആയിട്ടാ ഈ 1/2 വി എൽ സ്ക്വയറിന് മാത്രം എടുത്ത് 1/2ന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. 1/2 ഇപ്പുറത്തോട്ടുണ്ടായെന്ന് പറഞ്ഞാൽ 2 ആവും. 2 ഉം 2 ഉം കട്ടായി പോകും. ഇവിടെ ഒരു 2 വരുമ്പോൾ 2 ഇൻറ്റു 2 4 ആയിട്ട് മാറും. ഇത്രേ ചെയ്തോളൂ. ഓക്കെ, ഇനി നോക്കിയേ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താണ്? നമുക്ക് ടെൻഷൻ ആണ് കാണേണ്ടത്. സോ അവിടുത്തെ ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലോവസ്റ്റ് പോയിന്റിലെ ടെൻഷൻ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് ടെൻഷൻ മുകളിലോട്ടായിരിക്കും, എന്തായിരിക്കും? mg താഴോട്ടായിരിക്കും അല്ലെ? ലോവസ്റ്റ് പോയിന്റിലായിരിക്കുന്ന സമയത്ത് ഓക്കെ, ഇവിടെ ടി അതേപോലെ തന്നെ mgയും താഴോട്ടാണ്, mv സ്ക്വയർ ബൈ r മുകളിലോട്ടാണ്. ഓക്കെ, ഇതേപോലെ തന്നെ ഇനി ലോവസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ലോവസ്റ്റ് പോയിന്റിൽ എന്താ മാറ്റം വരിക? ഇവിടെ ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെൻഷൻ മുകളിലോട്ടാണ്, ടെൻഷന്റെ വാല്യൂ മുകളിലോട്ടാണ്. അതേപോലെ തന്നെ mgയും അതേപോലെ തന്നെ mv സ്ക്വയർ ബൈ ആറും താഴോട്ടാണ് അല്ലേ? ഓക്കെ, അപ്പൊ അത് രണ്ടും ബാലൻസ് ചെയ്യണം. ദാറ്റ് ഇസ് TL ഈസ് ഈക്വൽ ടു എന്തൊക്കെ വരും? mv സ്ക്വയർ ബൈ ആർ, അതായത് mvl സ്ക്വയർ ബൈ ആർ പ്ലസ് mg എന്ന് വരും അല്ലേ? ഇനി TL ഈസ് ഈക്വൽ ടു mv സ്ക്വയർ vl സ്ക്വയറിന് നമുക്ക് എന്ത് കിട്ടി? 7gr എന്ന് കിട്ടി. 7gr ഡിവൈഡഡ് ബൈ ആർ പ്ലസ് mg എന്ന് വരും. ആർ കട്ടായി പോവും. സോ TL എന്ത് കിട്ടും? 7mg പ്ലസ് mg ദാറ്റ് ഇസ് ഈക്വൽ ടു 8mg. ഇത് നോക്കിയേ, ഇക്വേഷൻ നമ്പർ 3. നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഇപ്പൊ കിട്ടി. എന്തൊക്കെയാ കിട്ടിയേ? THന്റെ വാല്യൂ നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്തില്ലേ? TH എന്താ കിട്ടിയേ? നമുക്ക് 2mg ആയിരുന്നു. TL എന്താ കിട്ടിയേ? 8mg. അങ്ങനെയാണെങ്കിൽ TH നമുക്ക് കാണുന്നത് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റിന്റെ റേഷ്യോ ആണ്. ഇറ്റ് വിൽ ബി 2mg റേസ് ടു 8mg. അതെന്തായിരിക്കും? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1:4 ആയിരിക്കും. 1:4 നമ്മുടെ ഇക്വേഷനിൽ ഉണ്ടോ? സോറി, നമ്മൾ ഓപ്ഷൻസിൽ ഉണ്ടോ 1:4? യെസ്, 1:4 ഉണ്ട്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? 1:4. അപ്പൊ ഇതെന്താണ്? നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എന്താണ്? ഒരു സർക്കുലർ മോഷനിലായിരിക്കുന്ന സമയത്ത് അവിടുത്തെ ടെൻഷനും അതുപോലെ തന്നെ വെയിറ്റും സെൻട്രിപെറ്റൽ ഫോഴ്സും കൂടെ ബാലൻസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഒരു സർക്കുലർ മോഷൻ നടക്കുന്നത്. വെർട്ടിക്കൽ മോഷനിലാണെങ്കിൽ, വെർട്ടിക്കൽ സർക്കുലർ മോഷനിലാണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിലെ ടെൻഷനും വെയിറ്റും എന്തായിരിക്കും? ഡൗൺവേർഡ്സ് ആയിരിക്കും. ആ ഒരു സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇനി ലോവസ്റ്റ് പോയിന്റിലായിരിക്കുന്ന സമയത്ത് ടെൻഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അതേപോലെ തന്നെ mgയും mv സ്ക്വയർ ബൈ ആറും ഔട്ട്വേർഡ്സും ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു സംഭവമൊക്കെ ചെയ്തത്. പിന്നെ ലോവസ്റ്റ് പോയിന്റിലായിരിക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കില്ല? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം കൂടാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടി? അല്ലെങ്കിൽ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 1:4 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, എ റോഡ് ഓഫ് മാസ് m and length L
is made to stand at an angle of 60 degree with the vertical. Potential energy of the rod in this position is. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു റോഡ് ഉണ്ട്. ഈ റോഡ് വെർട്ടിക്കൽ ഡയറക്ഷനുമായിട്ട് നിൽക്കുന്ന ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു റോഡ് ഓക്കെ, ഈ റോഡ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ആ ഒരു റോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഓക്കെ, റോഡിന്റെ ലെങ്ത് L ആന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റോഡിന്റെ ലെങ്ത് L. റോഡ് വെർട്ടിക്കൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് 60 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് എത്രയാണ്? 60 ഡിഗ്രി ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. സിമ്പിൾ ആയിട്ട് കാണാലോ. ഓക്കെ, നമുക്ക് ഈ ഒരു റോഡ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റോഡിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും വരിക? അതിന്റെ കറക്റ്റ് സെന്ററിലായിരിക്കും വരിക. ദാറ്റ് ഇസ് ഇത് L/2, ഇത് L/2 എന്ന് വരും. ഇനി ഇതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? അപ്പൊ ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നും അതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഈ ഒരു ലെങ്ത് ആയിരിക്കും. ആ ഒരു ലെങ്തിനെ ഞാൻ L എന്ന് വിളിച്ചു എന്ന് വിചാരിച്ചോ. ഓക്കെ, അതിനെ ഞാൻ ഇപ്പൊ തന്നെ എല്ലാവർക്കും ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇറ്റ് വിൽ ബി 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ L എന്തായിരിക്കും? sin 30 into L/2 ആയിരിക്കും അല്ലെ? അതെങ്ങനെയാടാ വന്നേ? അത് സിമ്പിൾ ആയിട്ട് ആലോചിക്കാനുള്ളത് അല്ലേ? sin 30 എന്ന് പറയുന്നത് എന്തായിരിക്കും? sin 30 will be equal to എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ hypotenuse L/2. So L will be equal to sin 30 into L/2. sin 30 എത്രയാ? 1/2 ആണ്. നമുക്കറിയാം L/2. That is L is equal to L-ന്റെ വാല്യൂ എന്ത് കിട്ടി? L/4 എന്ന് കിട്ടി. L/4. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നമുക്കറിയാലോ mgh അല്ലേ? ഇവിടുത്തെ എച്ചിന്റെ വാല്യൂ എന്താണ്? mg ഇൻറ്റു L ഡിവൈഡഡ് ബൈ 4. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്താണ്? mg ഇൻറ്റു mgl ഡിവൈഡഡ് ബൈ 4 ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കറക്റ്റ്, ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെല്ലാരും ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഓക്കെ, ഇതും ഒരു ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായ ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 2 springs P and Q ഫോഴ്സ് കോൺസ്റ്റന്റ് KP and KQ. 2 സ്പ്രിംഗ് ഉണ്ട്. ഒന്ന് P ആണ്, ഒന്ന് Q ആണ്. Pന്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് KP ആണ്, Qൻ്റെത് KQ ആണ്. ഓക്കെ, ദെൻ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. KQ എന്ന് പറയുന്നത് KPയുടെ ഹാഫ് ആണ്. ഓക്കെ, KQ is equal to KP/2 ആണ്. are structured by applying forces of equal magnitude. രണ്ടും എന്ത് ചെയ്യുന്നു? ഒരു ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഫോഴ്സ് യൂസ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യുന്നു. if the energy stored in Q is E, then the energy stored in P is. ഓക്കെ, എനർജി ക്യൂല് സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി E ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ക്യൂല് സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ വാല്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ഇത് ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലായ ഒരാൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങളിപ്പോ ആർക്കെങ്കിലും കാണുന്ന സമയത്തെ ഇതൊന്ന് ചെയ്തു നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതൊന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇക്വേഷൻ പറഞ്ഞുതരാം. ദാറ്റ് ഇസ് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു സ്പ്രിങ്ങിന്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ½ kx² ആണ് അല്ലെ? ഇത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് കാണാം. ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, അപ്പൊ നമ്മള് എനർജി ഓഫ് എന്തെടുക്കുന്നു? എനർജി ഓഫ് P, അതായത് P എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ½ kpx² ആയിരിക്കും അല്ലെ? അതേപോലെ തന്നെ എനർജി ഓഫ് Q എന്തായിരിക്കും? ½ kqx² ആയിരിക്കും. പക്ഷെ എക്സിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല അല്ലെ? പക്ഷെ രണ്ട് കേസിലും നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള രണ്ടിന്റെയും എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫോഴ്സ് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്കറിയാലോ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? kx ആണല്ലോ. ഒരു സ്പ്രിങ്ങിന്റെ കേസിലെ ഫോഴ്സ് എന്ന് പറയുന്നത് kx ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിനെ എങ്ങനെ എഴുതാം? F/k എന്ന് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കിയേ. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈസ് ഈക്വൽ ടു 1/2 k ഇൻറ്റു x² നമുക്ക് എങ്ങനെ എഴുതാം? F² ഡിവൈഡഡ് ബൈ k² എന്ന് എഴുതിക്കൂടെ? സോ ഇക്വേഷൻ വിൽ ബിക്കം ½ F² ഡിവൈഡഡ് ബൈ k എന്ന് എഴുതാം.
ഇപ്പൊ നോക്കിയേ, നമുക്ക് രണ്ട് ഇക്വേഷനെയും അതിന്റെ സെയിം ആയിട്ടുള്ള പാരാമീറ്റേഴ്സിന്റെ ടേംസിൽ എഴുതാം. 1/2 രണ്ടിന്റെയും എന്ത് സെയിം ആണ്? അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണ്, KP. ഇനി EQ ആയിരിക്കുന്ന സമയത്ത് 1/2, അത് രണ്ടിലും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സെയിം ആയതുകൊണ്ട് ഇതിലും നമുക്ക് F² എന്ന് തന്നെ കൊടുക്കാം, KQ എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ EP/E എന്തായിരിക്കും അപ്പോൾ വരുന്ന സമയത്ത്? EP divided by EQ will be is equal to എന്ത് വരും? It will be 1/2 എന്ത് വന്നേ? F² divided by KP divided by 1/2 F² divided by KQ എന്ന് വരും അല്ലേ? എന്തൊക്കെ ടേംസ്? 1/2 കട്ടായി പോവും, F² കട്ടായി പോവും. ഫൈനലി എന്ത് കിട്ടും? EP/EQ എന്ത് വരും? ഈ പറഞ്ഞ പോലെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എന്ത് വരും? KQ divided by KP എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത്? KP എന്ന് പറയുന്നത് എന്താണ്? സോറി, KQ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഹാഫ് ഓഫ് KP ആണ്. സോ നമുക്ക് അതിനെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് KP is equal to 2KQ ആണെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാലോ. ദാറ്റ് ഈസ് EP ഈക്വൽ ടു എന്തെന്ന് വരും? EP/EQ is equal to KQ divided by KP യുടെ പകരം 2KQ എന്ന് വന്നു. സോ EP/E എന്ത് വന്നു? EP/EQ is equal to 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനുള്ളത് എന്തായിരുന്നു? എനർജി ഇൻ P അല്ലേ? ദാറ്റ് ഇസ് 1/2 EQ ആയിരുന്നു. EQനെ എന്തെന്ന് എടുക്കാനാ പറഞ്ഞേ? E എന്ന് എടുക്കാനാണ് പറഞ്ഞത്. സോ ഇക്വേഷൻ എന്തായി? E/2 ആയി. ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. E/2 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ ഇതില്? യെസ്, E എന്ന് പറയുന്ന ഓപ്ഷൻ E/2 ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? E/2. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതും സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് തന്നിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ വെച്ച് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഇതുവരെ ചെയ്തതിൽ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യന്. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിങ്ങോ കാര്യങ്ങളോ ആണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഇത് കുറച്ച് ലെങ്തി ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഞാൻ മുന്നത്തെ പറഞ്ഞ പോലെ തന്നെ കൊളീഷനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെങ്തി ആണ് ആൻസർ വരുമ്പോൾ. സ്റ്റിൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. എ ബോഡി ഓഫ് മാസ് 2m മൂവിങ് വിത്ത് വെലോസിറ്റി v. ഓക്കെ, ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയുടെ മാസ് 2m ആണ്. അത് v എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. മേക്സ് എ ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളീഷൻ വിത്ത് അനദർ ബോഡി ഓഫ് മാസ് m വിച്ച് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഇനീഷ്യലി റെസ്റ്റിലായിരുന്ന ഒരു ബോഡിയുമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ 2m മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കൈനറ്റിക് എനർജി ഓഫ് ദ കൊളൈഡിങ് ബോഡി ഈസ്. ഓക്കെ, അങ്ങനെ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റിലെ ബോഡിക്ക് ലോസ് ആയി പോയിട്ടുള്ള കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്താണ് ഈ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, റഫായിട്ട്. ഓക്കെ, ആദ്യം നമ്മുടെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡിയുടെ മാസ് 2m ആണ്. ആ ബോഡി എന്ത് ചെയ്യുന്നു? ഓക്കെ, m മാസുള്ള ഒരു ഒബ്ജക്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ബോഡിയുടെ മാസ് 2m ആണ്. അതിന്റെ ഫസ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് v ആണ്. ഈ ബോഡിയുടെ മാസ് m ആണ്. അതിന്റെ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാല്, രണ്ടാമത്തെ ഒരു ഫസ്റ്റ് ഇതിന്റെ കൈനറ്റിക് എനർജി k1 ആണെങ്കിൽ ഇതിന് മാറ്റം വരുന്നു. മാറ്റം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടാമത്തെ കേസിൽ എന്താ മാറ്റം വന്നെന്ന് പറഞ്ഞാല്, ഇതിന്റെ എന്ത് ചെയ്തു? ഇത് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു ഒബ്ജക്റ്റിന് ഒരു കൊളീഷനിൽ ഒരു മാറ്റം വന്നു. ദാറ്റ് ഇസ് ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? v1 ആയിട്ട് മാറി. ഇതിന്റെ വെലോസിറ്റി v2 ആണ്. അതിനനുസരിച്ച് എന്തും ചെയ്യും? അതിന്റെ കൈനറ്റിക് എനർജിയിലും ചേഞ്ച് വരും. ഓക്കെ, നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ കൊളീഷൻ ചെയ്ത കേസിൽ അതെന്തായിട്ടാ പറഞ്ഞത്? ഒരു ഇലാസ്റ്റിക് കൊളീഷൻ അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അവിടെ എനർജി ചേഞ്ച് ഇല്ല എന്നാ പറഞ്ഞത്. ഇവിടെ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ദാറ്റ് ഇസ് എനർജി ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റോ യൂസ് ചെയ്യണം. ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞ കേസിൽ എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്തായിരുന്നു?
ഞാൻ പറഞ്ഞ പോലെ അതെന്തായിരുന്നു, ഒരു ഇലാസ്റ്റിക് കൊളീഷൻ ആയിരുന്നു. സോ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നില്ല എന്ന് തന്നെ വെക്കാം. ഓക്കെ, പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിൽ ഇതെന്താണ്, ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ദാറ്റ് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റും നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. എന്തൊക്കെ യൂസ് ചെയ്യണം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റോ യൂസ് ചെയ്യണം. ഇത് ഇൻഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്തിരുന്നെങ്കിൽ എന്താണ്, ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ദെൻ ഇതിന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്താണ്, അതിന് ഞാൻ K1 എന്ന് എടുക്കുന്നു. ഫൈനൽ കൈനറ്റിക് എനർജിനെ K2 എന്ന് എടുക്കുന്നു. ഫസ്റ്റ് ബോഡിയുടെ സെക്കൻഡ് ബോഡിയുടെ കൈനറ്റിക് എനർജി ഉണ്ടാവുമല്ലോ, അതിനെ നമുക്ക് K ഡാഷ് എന്ന് എടുക്കാം. ഓക്കെ, ഇനീഷ്യലി അതായത് ഫസ്റ്റ് ഇതിന്റെ കൈനറ്റിക് എനർജി, ഫസ്റ്റ് ബോഡിയുടെ കൈനറ്റിക് എനർജി പ്ലസ് സെക്കൻഡ് ബോഡിയുടെ കൈനറ്റിക് എനർജി K1 ഡാഷ് ഈക്വൽ ടു K2 പ്ലസ് K2 ഡാഷ്. ഓക്കെ, അതിൽ ഓരോന്നും ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. K1 എന്ന് പറയുന്നത് എന്താണ്, കൈനറ്റിക് എനർജി ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് ബോഡി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ. K1 എന്ന് പറയുന്നത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് ബോഡി. ഓക്കെ, ഇനി K2 എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് ബോഡി. ഓക്കെ, ഇനി K1 ഡാഷ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ് ബോഡി ആണ്. ഇനി K2 ഡാഷ് എന്താണ്, K2 ഡാഷ് എന്ന് പറയുന്നത് K2 ഡാഷ് എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ് ബോഡി. ഓക്കെ, ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കട്ടെ. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ഇട്ട് ചെയ്യേണ്ടതായിരിക്കില്ല. ഓക്കെ, അപ്പൊ K1 എന്ന് പറയുന്നത് എന്താണ്, K1ന്റെ വാല്യൂ എന്താണ്, കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്താ, K1 ഈസ് ഈക്വൽ ടു ഹാഫ് mv² അല്ലേ. ഫസ്റ്റ് ബോഡിയുടെ മാസ് എത്രയാ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² ആണ്. ഫസ്റ്റ് ബോഡിയുടെ മാസ് എത്ര തന്നിട്ടുള്ളത്, മാസ് ഓഫ് ഫസ്റ്റ് ബോഡി എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2m ആണ്. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, വെലോസിറ്റി ഇനീഷ്യൽ എന്ന് പറയുന്നത് v ആണ്. ഓക്കെ, ഇനി മാസ് ഓഫ് സെക്കൻഡ് ബോഡി എന്താണ്, ദാറ്റ് ഈസ് അതിന്റെ ഹാഫ് മാസ് ആണ്, m ആണ്. അപ്പൊ അതിന്റെ വെലോസിറ്റി എന്താണ്, വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി അത് റെസ്റ്റിലായിരുന്നു. റെസ്റ്റിലാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ K1 എന്തായിരിക്കും, K1 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2m ഇൻറ്റു v² ആയിരിക്കും. അതേപോലെ K1 ഡാഷ് എന്തായിരിക്കും, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു m ഇൻറ്റു 0 ആയിരിക്കും, ദാറ്റ് ഈസ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ K1 പ്ലസ് K1 ഡാഷ് ഈസ് ഈക്വൽ ടു K2 പ്ലസ് K2 ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബോഡിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² പ്ലസ് ഈസ് ഈക്വൽ ടു പ്ലസ് ഇവിടെ 0 ആയിരിക്കും രണ്ടാമത്തതിന്. ഇനി K2 എന്ന് പറയുന്നത് അതിന്റെ രണ്ടാമത്തെ വെലോസിറ്റി എന്താ വന്നത്, v1 എന്നാണ് നമ്മൾ എടുത്തത്. പ്ലസ് രണ്ടാമത്തെ ബോഡിക്ക് എന്താ വന്ന വെലോസിറ്റി, ഹാഫ് mv². ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു, 2m എല്ലാത്തിലും എന്ത് കട്ടായി പോവും, 2 ഇവിടെ കട്ടായി, 2 കട്ടായി പോയി, m എല്ലാത്തിലും കോമൺ ആണല്ലോ. അപ്പൊ എമ്മിനെയും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനീഷ്യൽ ഇക്വേഷൻ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു v² ഈക്വൽ ടു v1² പ്ലസ് v2² എന്ന് വരും അല്ലെ. ഇത് ഇവിടെ നിൽക്കട്ടെ, ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലെങ്തി ആണ്, എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ v² ഈക്വൽ ടു v1² പ്ലസ് v2² എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബോഡിയുടെ മൊമെന്റ് എന്താ,
എന്തായിരിക്കും? അതിന് ഞാൻ P1 എന്ന് എടുക്കും, അല്ലെങ്കിൽ അതിന് ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് ബോഡിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2m ആണ്. അതിന്റെ വെലോസിറ്റി v ആണ്. പ്ലസ് സെക്കൻഡ് ബോഡി ആണെങ്കിലോ അതിന്റെ വെലോസിറ്റി മാസ് 0 m1 ആണ്, വെലോസിറ്റി 0 ആണ്. വിച്ച് വിൽ ബി ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ എന്തായി? ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി v1 ആയി പ്ലസ് സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി v2 ആയി അല്ലേ? അപ്പൊ ഇക്വേഷൻ എന്തെന്ന് കിട്ടി? equation will become 2mv is equal to 2mv1 plus mv2 എന്ന് കിട്ടി. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? m എല്ലാത്തിലും കട്ടായി പോകും. ഇവിടുന്ന് v2 നമുക്കൊരു ഇക്വേഷൻ ചെയ്താലോ? v2 will be is equal to 2v minus 2v1 അല്ലേ? that is v2 is equal to 2 into v1 minus v minus v1 എന്ന് എഴുതാം. this is equation number 2. ഇനി നമ്മൾ നോക്കിയേ, നമുക്കിപ്പോ ഇക്വേഷൻ നമ്പർ 2 കിട്ടിയല്ലോ. ഈ 2ന് നമ്മൾ ഫസ്റ്റ് കണ്ട ഇക്വേഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാലോ. ദാറ്റ് ഇസ് v സ്ക്വയർ ഈസ് ഈക്വൽ ടു v1 പ്ലസ്, ഓക്കെ ഇവിടെ ഒരു ഹാഫ് കൂടെ ഉണ്ട്, അത് വിട്ടുപോയില്ലേ? ഓക്കെ, ഇവിടെ ഒരു ഹാഫ് കൂടെ ഉണ്ടാവും കേട്ടോ, കാരണം ഇവിടുത്തെ ഹാഫ് കട്ടായി പോയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ v1 പ്ലസ് ഹാഫ് v2 സ്ക്വയർ എന്ന് പറയുന്ന ആ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഈ ഒരു v2യുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ v സ്ക്വയർ ഈക്വൽ ടു v1 സ്ക്വയർ പ്ലസ് ഹാഫ് v2 സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? v2യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? v സ്ക്വയർ ഈക്വൽ ടു v1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു v2ന്റെ സ്ക്വയർ എന്താ വന്നത്? v2യുടെ വാല്യൂ എന്താ വന്നത്? 2 ഇൻറ്റു v മൈനസ് v1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അതെന്തെന്ന് വരും അപ്പോ? വിച്ച് വിൽ ബിക്കം v സ്ക്വയർ ഈസ് ഈക്വൽ ടു v1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു v1 മൈനസ് v2 ഹോൾ സ്ക്വയർ എന്ത് വരും? v സ്ക്വയർ മൈനസ് 2v1 പ്ലസ് v1 സ്ക്വയർ എന്ന് വരും അല്ലേ? ഓക്കെ, ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. 2ഉം 4ഉം കട്ടായി 2 ആവുമല്ലോ. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. v1 സ്ക്വയർ പ്ലസ് 2v സ്ക്വയർ മൈനസ് 4v1 പ്ലസ് 2v1 സ്ക്വയർ എന്ന് എഴുതാലോ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷന് ജസ്റ്റ് എന്ത് ചെയ്യുന്നു? എല്ലാത്തിനെയും LHSലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് എന്ത് ടേംസിൽ എഴുതുന്നു? 0 ടേംസിൽ എഴുതുന്നു. സോ v1 സ്ക്വയർ പ്ലസ് 2v1 സ്ക്വയർ പ്ലസ് 2v സ്ക്വയർ മൈനസ് v സ്ക്വയർ അല്ലെങ്കിൽ മൈനസ് 4v1 പ്ലസ് 2v സ്ക്വയർ മൈനസ് v സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു. ഓക്കെ, ഞാൻ ഇവിടെ എന്താ ചെയ്തത്? ജസ്റ്റ് ഇതിനപ്പുറത്ത് വെച്ചിട്ട് ഈ ഒരു ഇക്വേഷനെ മാത്രം ഞാൻ RHS സൈഡിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഒരു v സ്ക്വയർ വന്നു. അപ്പൊ ഞാൻ എല്ലാത്തിനും ഒരുമിച്ച് എഴുതിയ കേട്ടാ. ഈ v1നെയും 2v1 സ്ക്വയറിനെയും ഒരുമിച്ച് എഴുതി, 4v1 അങ്ങനെ തന്നെ എഴുതി, 2v സ്ക്വയറിനെയും v സ്ക്വയറിനെയും ഒരുമിച്ച് എഴുതി. അത്ര ചെയ്തേ ഉള്ളൂ. ഓക്കെ, അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ദെൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നോക്കിക്കോ. ഓക്കെ, ഇവിടെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇക്വേഷൻ ജസ്റ്റ് എഴുതുന്നു. v സ്ക്വയർ പ്ലസ് 3v1 സ്ക്വയർ എന്ത് കിട്ടും? v സ്ക്വയർ പ്ലസ് 2v1 സ്ക്വയർ വിൽ ബി 3v1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു vv1 പ്ലസ് 2v സ്ക്വയർ മൈനസ് v സ്ക്വയർ എന്ത് വരും? പ്ലസ് v സ്ക്വയർ ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് എന്ത് ടേംസിൽ എഴുതാം? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ടേംസിൽ എഴുതാം. എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് ചെയ്യാം. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കൺഫ്യൂഷൻ ആവേണ്ട കേസ് ഒന്നുമില്ല. നിങ്ങൾ ഇത് ഇതുപോലെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡിങ് throughout by v സ്ക്വയർ. ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നു? ഒരു v സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 3v1 ഡിവൈഡഡ് ബൈ v ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു v1 അവിടെ തന്നെ ഉണ്ടാവും. v സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്താൽ v ഡിവൈഡഡ് ബൈ v സ്ക്വയർ എന്ത് വരും? ഇറ്റ് വിൽ ബി 1 ബൈ v എന്ന് വരും അല്ലേ? അപ്പൊ v1 ഡിവൈഡഡ് ബൈ v എന്ന് വരും. v
Okay, v1 divided by v plus v square by v square will be equal to 1, 0. ഇപ്പൊ ഇതെന്തായി? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ടേമിലായില്ലേ? അതിലെ a is equal to എന്താണ്? v1 divided by v ന്റെ ടേംസിലായില്ലേ? v1 divided by v ആണ് നമുക്ക് കാണാനുള്ളത്. a എന്താണ്? that is equal to 3. b എന്താണ്? -4. c എന്താണ്? 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് v1 divided by v കണ്ടൂടെ? that is v1 divided by v എന്ത് യൂസ് ചെയ്ത് നമുക്ക് കാണാം? -b plus or minus b square minus 4ac divided by 2a യൂസ് ചെയ്ത് നമുക്ക് കാണാലോ? കാണാം. ഇവിടുത്തെ b എന്താണ്? 4 ആണ്. that is minus of -4 plus or minus -4 whole square minus 4 into a എന്താണ്? 3 into c എന്താണ്? 1 ആണ്. okay, divided by 2 into a ന്റെ വാല്യൂ 3 എന്ന് വരും. that is 4 plus or minus 16 minus 12 divided by 6 എന്ന് വരും അല്ലേ? അപ്പൊ v1 ന് രണ്ട് വാല്യൂസ് വരാം. that is v1 by v is equal to എന്തെന്ന് വരാം? 4 plus or minus 4 plus or minus അല്ല, രണ്ട് വാല്യൂസ് വരാം. 4 plus 16 minus 12 divided by 6 എന്ന് വരാം. or v1 by v is equal to 4 minus 16 by 12 minus എന്തെന്ന് വരാം? 6 എന്ന് വരാം. ഓക്കെ, then 4 plus 16 minus 12 എന്ത് വരും? എന്താടാ 16 minus 12? അല്ലേ? ഓക്കെ, തെറ്റിപ്പോയോ? 4 plus 4 divided by 6 or v1 by v1 ഇവിടെ എന്ത് വരും? 4 minus root 4 divided by 6 എന്ന് വരും അല്ലേ? 4 plus root 4ന്റെ വാല്യൂ എന്താണ്? 2 divided by 6. ഇവിടെയോ v1 by v is equal to 4 minus 2 divided by 6 എന്ന് വരും. ഓക്കെ, then v1 by v എന്ത് വരും? 4 plus 2 6 അല്ലേ? 6 by 6 1 ആകും. ഇതെന്ന് പറയുന്നത് v1 is equal to v എന്നാണ്. ഇത് പോസിബിൾ ആണോ? ഇത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇതല്ല എന്തായാലും വാല്യൂ വരിക. കാരണം എന്താണ്? കൊളീഷന് മുമ്പും ശേഷവും നമുക്ക് ഒരേ വാല്യൂസ് തന്നെ എഴുതാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അതല്ല എന്തായാലും വാല്യൂ വരിക. അപ്പോ ഇത് അല്ലെങ്കിൽ പിന്നെ എന്ത് വരും? v1 divided by v is equal to 4 minus 2 എന്ന് പറയുന്നത് എന്ത് വരും? 2 എന്ന് വരും. 2 by 6 equal to 1 by 3. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, അപ്പൊ v1 divided by v ന്റെ കറക്റ്റ് വാല്യൂ എന്താണ്? that is v1 divided by v is equal to 1 by 3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ v1 ന്റെ വാല്യൂ ആഫ്റ്റർ കൊളീഷൻ നമുക്ക് എന്ത് കിട്ടി? that is equal to ഇനീഷ്യലിന്റെ 1 by 3 ടേംസ് ആണ് കിട്ടി. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ പറ്റുമോ? ഇല്ല. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കൈനറ്റിക് എനർജിയിൽ ഉണ്ടായ ലോസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടാമത്തെ കൈനറ്റിക് എനർജി കാണാലോ. കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ ഓഫ് ഫസ്റ്റ് ബോഡിയുടെ കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജി എന്തായിരിക്കും? k2 is equal to half into 2m into v1 ന്റെ സ്ക്വയർ ആയിരിക്കും അല്ലെ? that is half into 2m into v1 ന്റെ സ്ക്വയർ എന്താന്ന് പറഞ്ഞ 1 by 3 v സ്ക്വയർ ആന്ന് വരും അല്ലെ? 1 by 3 v ഹോൾ സ്ക്വയർ എന്ന് വരും. v ഹോൾ സ്ക്വയർ that is equal to നമുക്ക് എങ്ങനെ എഴുതാം? 1 by 9 into half 2m v സ്ക്വയർ എന്ന് എഴുതാം. ഇതെന്തായിരുന്നു? ഇത്രയും ടേംസ് എന്താണ്? നമ്മുടെ ഫസ്റ്റത്തെ കൈനറ്റിക് എനർജി അല്ലേ? that is k2 is equal to k2 എന്ന് പറയുന്നത് എന്താണ്? k1 ന്റെ 1 by 9 ടൈംസ് ആണ്. അല്ലെങ്കിൽ k1 ന്റെ 9 ടൈംസ് കുറഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? k2 വരുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇതിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി ആണ്. നമുക്ക് കാണേണ്ടത് ലോസ് ഇൻ കൈനറ്റിക് എനർജി ആണ്. ഇവിടെയാണ് തെറ്റി പോവാൻ ചാൻസ് ഉള്ളത്. ഫൈനൽ കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി കാണാലോ. ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? k2 minus k1 ആണല്ലോ. k2 യുടെ വാല്യൂ എന്താണ്? k1 divided by 9 ആണ്. k1 ന്റെ വാല്യൂ എന്താണ്?
K1 that is equal to K1 into എന്താ വരിക 1/9 minus 1 എന്ന് വരും അല്ലേ 1/9 minus 1 എന്താടാ അല്ലെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം K1 minus K loss in kinetic energy എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്നുള്ള ടേംസിൽ എഴുതണേ K1 minus K2 എന്ന് എഴുതാം ദാറ്റ് ഇസ് ഈക്വൽ ടു K1 minus K1/9 ഓക്കെ ഇറ്റ് വിൽ ബി K1 into എന്തെന്ന് വരും 1 minus 1/9 വരും അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും K1 into 8/9 വരും അതായത് 8 ഫൈനൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്താണ് ലോസ് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 8/9 ടൈംസ് ഓഫ് ഇനീഷ്യൽ ആണ് ഓക്കെ ഇനീഷ്യലിന്റെ 8/9 ടൈംസ് ആണ് എന്ത് കുറഞ്ഞത് കൈനറ്റിക് എനർജി കുറഞ്ഞു പോയത് ഓക്കെ ഇതിന്റെ ഇക്വേഷനിൽ നമ്മുടെ നമ്മളെ ഓപ്ഷൻസിൽ ഇത് ഉണ്ടോ നോക്കാം 8/9 ഓഫ് ഇതാണ് ഇറ്റ്സ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തതിൽ കുറച്ച് ലെങ്തി ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സ്റ്റിൽ നിങ്ങൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വർക്ക് എനർജി പവറിൽ വരുന്ന കൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക സിമിലർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ then okay bye see you soon thank you